ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഹാൻഡ് പഞ്ചിങ് മെഷീൻ, ഹാൻഡ് ആൻഡ് പവർ ഓപ്പറേറ്റഡ് ഡ്രില്ലിംഗ് മെഷീൻസ്, ഡ്രിൽ ബിറ്റ്സ്, പിന്നെ ഡ്രിൽ ബിറ്റ്സിൻ്റെ പാർട്സ്, കട്ടിംഗ് ആംഗിൾസ്, പിന്നെ പൈപ്പ് ബെൻഡിങ് മെത്തേഡ്സ്. ഇത്രയാണ് ഇന്ന് നമ്മുടെ ഈ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത്. ഓക്കെ, അതിലാദ്യത്തത് ഹാൻഡ് പഞ്ച് മെഷീനാണ്. ഓക്കെ, ഹാൻഡ് പഞ്ച് മെഷീൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഏകദേശം ഇങ്ങനെ ഇരിക്കും ഹാൻഡ് പഞ്ച് മെഷീൻ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹാൻഡ് പഞ്ച് മെഷീൻ എന്ന് പറഞ്ഞാൽ ഒരു ഹാൻഡ് ഓപ്പറേറ്റഡ് അല്ലെങ്കിൽ മാനുവലി ഓപ്പറേറ്റഡ് പഞ്ചിങ് മെഷീനാണ്. എന്താണത്? ഒരു ഹാൻഡ് ഓപ്പറേറ്റഡ് അല്ലെങ്കിൽ മാനുവലി ഓപ്പറേറ്റഡ്, ഹാൻഡ് ഓപ്പറേറ്റഡ് അല്ലെങ്കിൽ എന്താണ് മാനുവലി ഓപ്പറേറ്റഡ് പഞ്ചിങ് മെഷീനാണ്. മാനുവലി ഓപ്പറേറ്റഡ് പഞ്ചിങ് മെഷീനാണ്. ഓക്കെ, അപ്പൊ എന്തിനാണിത് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ച് ചെയ്യാൻ ഉപയോഗിക്കും, ഡ്രില്ല് ചെയ്യാൻ ഉപയോഗിക്കും, പിന്നെയോ മേക്ക് ഇംപ്രഷൻസ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കും. ചെറിയ എന്താണ് കുഴികൾ പോലുള്ള സംഭവങ്ങൾ ഇംപ്രഷൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും, ബ്ലാങ്കിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുക? യൂസ്ഡ് ഫോർ എന്തിനാണ്? പഞ്ചിങ്ങിന് വേണ്ടി ഉപയോഗിക്കും. പിന്നെയോ ഡ്രില്ലിങ്ങിന് വേണ്ടി ഉപയോഗിക്കും. പിന്നെയോ മേക്കിംഗ് ഇംപ്രഷൻസ് അടയാളങ്ങൾ ഉണ്ടാക്കുക. പിന്നെ ബ്ലാങ്കിങ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ, പക്ഷേ ഇത് നമുക്ക് ലാർജ് ഹെവി ആയിട്ടുള്ള മെറ്റൽസിലൊന്നും നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. എവിടെ നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുള്ളൂ? തിൻ മെറ്റൽസിൽ അല്ലെങ്കിൽ റബ്ബറില്, പ്ലാസ്റ്റിക്കില്, ലെതറില് ഒക്കെയാണ് എനിക്കിത് ഉപയോഗിക്കാൻ പറ്റുക. അപ്പൊ ദിസ് ഈസ് സ്യൂട്ടബിൾ ഫോർ എന്തിനു വേണ്ടിയിട്ടാണ്? തിൻ മെറ്റൽ ഷീറ്റ്, പിന്നെയോ പ്ലാസ്റ്റിക്കിന് വേണ്ടിയിട്ട് സൂട്ടബിൾ ആണ്. പിന്നെയോ റബ്ബർ അല്ലെങ്കിൽ റബ്ബർ മെറ്റീരിയല്, പിന്നെയോ ലെതർ മെറ്റീരിയൽസ്. ഇതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ പറയുന്ന ഹാൻഡ് പഞ്ച് മെഷീൻ എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ട് സൂട്ടബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ തിൻ ഷീറ്റ് മെറ്റല്, പ്ലാസ്റ്റിക്, റബ്ബർ, ലെതർ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇതിന്റെ പാർട്സ് നമുക്കൊന്ന് നോക്കിയേക്കാം. ഓക്കെ, ഇതിന്റെ പാർട്സ് എന്ന് പറയുമ്പോൾ ഇതിനൊരു ഫ്രെയിം ഉണ്ട്. ഓക്കെ, ഇതാണ് ഈ ഫ്രെയിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊന്ന് വാങ്ങിച്ചു കളഞ്ഞേക്കാം. ഓക്കെ, ഈ പറയുന്ന കാര്യങ്ങളൊന്നും നമുക്കൊന്ന് വാങ്ങിച്ചു കളയാം. അപ്പൊ പാർട്സ്. ഓക്കെ, ഇതിന്റെ പാർട്സ്. ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഫ്രെയിം ആണ്. ഓക്കെ, ഏതാണ് ഫ്രെയിം? ഈ സാധനവുമാണ് ഇതിന്റെ ഫ്രെയിം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഹൊറിസോണ്ടൽ ആയിട്ടും വെർട്ടിക്കൽ ആയിട്ട് ഇരിക്കുന്ന ഈ സാധനത്തിനെയാണ് പറയുന്നത് ഫ്രെയിം എന്ന് പറയുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? സ്റ്റീൽ പ്ലേറ്റ് കൊണ്ടാണ് ഈ സാധനം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ സ്റ്റീൽ പ്ലേറ്റ്സ് കൊണ്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്? ഈ പറയുന്ന ഫ്രെയിം ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, പിന്നെയുള്ളത് ഒരു ഡൈ അസംബ്ലി ആണ്. എന്താണുള്ളത്? ഡൈ അസംബ്ലി ആണ്. ഡൈ അസംബ്ലി എന്ന് പറയുന്നത് ഇതാണ് ഡൈ അസംബ്ലി എന്ന് പറയുന്നത്. ഓക്കെ, ഈ മൊത്തത്തിലുള്ള സാധനമാണ് ഡൈ അസംബ്ലി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഇതിന്റെ ഫീമെയിൽ പാർട്ടാണ്. ഓക്കെ, എന്താണിത്? ഇതിന്റെ ഫീമെയിൽ പാർട്ടാണ്. ഓക്കെ, ഇതിന്റെ ഈ പറയുന്ന ഹാൻഡ് പഞ്ച് മെഷീന്റെ ഫീമെയിൽ പാർട്ടാണ് ഡൈ അസംബ്ലി എന്ന് പറയുന്നത്. അത് ഈ ഫ്രെയിമിലേക്ക് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. കണ്ടില്ലേ? ഈ ഡൈ അസംബ്ലി ഏതിലേക്ക് ഫിക്സ് ചെയ്തിരിക്കുകയാണ്? ഈ ഫ്രെയിമിലേക്ക് ഇതിലേക്കുമായിട്ട് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്? ഇവിടെ എനിക്ക് എന്തുണ്ട്? ഒരു ബ്രാക്കറ്റ് ഉണ്ട്, പിന്നെ എന്ത് ചെയ്യണം? അതിന് ഫാസ്റ്റ്നേഴ്സ് ഉണ്ട് അല്ലെ? ഒരു ബ്രാക്കറ്റ് ഇവിടെ ഉണ്ട്, പിന്നെ ഇവിടെ ഇരിക്കുന്നുണ്ട് ഫാസ്റ്റ്നേഴ്സ് ഉണ്ട്. അപ്പം ഈ പറയുന്ന സ്റ്റീൽ ഫ്രെയിമിലേക്ക് ഈ ഫീമെയിൽ പാർട്ടിനെ, അതായത് ഡൈ അസംബ്ലിയെ ഈ പറയുന്ന ബ്രാക്കറ്റിനെയും ഫാസ്റ്റ്നേഴ്സിനെയും വെച്ച് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ക്ലിയർ ആണല്ലോ? അടുത്തത് സ്പ്രിംഗ് ആണ്. ഓക്കെ,
സ്പ്രിങ് ആണ്. അപ്പൊ ഈ ലിവറിന്റെ മൂവ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ കാണുന്ന സ്പ്രിങ് എന്ന് പറയുന്നത്. ഇതാണ് സ്പ്രിങ്. ഓക്കെ, അവൻ എന്ത് ഹെൽപ്പ് ചെയ്യുന്നു? ലിവറിന്റെ മൂവ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ ഞാൻ ഈ ലിവർ താഴത്തേക്ക് ആക്കുകയാണ് എങ്കിൽ തിരിച്ച് മുകളിലേക്ക് വരാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ആര്? ഈ സ്പ്രിങ് എന്ന് പറയുന്നത്. അപ്പൊ ഹെൽപ്പ് ഇൻ ദി മൂവ്മെന്റ് ഓഫ് ലിവർ. ഓക്കെ, അപ്പൊ ഹെൽപ്പ് ഇൻ അപ്വേർഡ് മൂവ്മെന്റ് ഓഫ് ലിവർ. മൂവ്മെന്റ് ഓഫ് ലിവർ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനാണ് ഇതിന് താഴത്തേക്ക് ആക്കുന്നത്. തിരിച്ച് മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ആരെ ഹെൽപ്പ് ചെയ്യുന്നത്? ലിവർ ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് എന്തുണ്ട്? ഷാഫ്റ്റ് ഉണ്ട്. ഇതാണ് ഷാഫ്റ്റ്. ഇവനാണ് ഷാഫ്റ്റ്. ഈ കാണുന്നവനാണ് ഷാഫ്റ്റ്. കണ്ടില്ലേ? ഇവനാണ് എന്ത്? എന്റെ ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആ ഷാഫ്റ്റിന്റെ ഏറ്റവും താഴത്തെ ഭാഗത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റില്ലോ, ഒരു പഞ്ച് കാണാൻ വേണ്ടി പറ്റില്ല. ഇവിടെ ഒരു പഞ്ച് കാണാൻ വേണ്ടി പറ്റും. ഷാഫ്റ്റിന്റെ ഏറ്റവും താഴത്തെ ഭാഗത്ത് എന്തുണ്ട്? ഷാഫ്റ്റിന്റെ ഏറ്റവും താഴത്തെ ഭാഗത്ത് പഞ്ച് ഉണ്ട്. ഓക്കെ, ഷാഫ്റ്റിന്റെ ഏറ്റവും താഴത്തെ ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ ആയിട്ട് എന്താ ഉള്ളത്? ഒരു പഞ്ച് ഉണ്ട്. കണ്ടില്ലേ? അത് ഷാഫ്റ്റിന്റെ ഏറ്റവും താഴത്തെ ഭാഗത്തായിട്ട്. അവനാണ് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നത്? എന്റെ ഹോള് പഞ്ച് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം പഞ്ച് അവൻ എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? എന്റെ ഹോള് പഞ്ച് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ഇവനാണ് മെയിൽ പാർട്ട് എന്ന് പറയുന്നത്. ഈ പഞ്ചും ഷാഫ്റ്റിനെയും കൂടിയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? മെയിൽ പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇവൻ എവിടെയുള്ളത്? ബോട്ടം ഓഫ് ദി ഷാഫ്റ്റ്. ഷാഫ്റ്റിന്റെ ബോട്ടം ഓഫ് ദി ഷാഫ്റ്റിലാണ് ആരുള്ളത്? ഈ പറയുന്ന പഞ്ച് ഉള്ളത്. ഓക്കെ, ഇനിയുള്ളത് ഈ കാണിച്ചിരിക്കുന്ന ലിവറാണ് ഇവൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അവൻ എന്താണ് അവൻ ലിവറാണ്. ഓക്കെ, ലിവർ. അവൻ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓപ്പറേറ്റഡ് ബൈ ക്യാം ആണ്. അപ്പൊ ക്യാം ഓപ്പറേറ്റഡ് ആണ് ആര്? ലിവർ എന്ന് പറയുന്നത്. ലിവർ എന്താണ്? ക്യാം ഓപ്പറേറ്റഡ് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വെൻ ദ ലിവർ ഈസ് പുഷ്ഡ്, ഈ ലിവർ ഞാൻ പുഷ് ചെയ്യുകയാണെങ്കിൽ ഷാഫ്റ്റ് താഴത്തേക്ക് പോകും. ഷാഫ്റ്റിന്റെ കൂടെ ആരുണ്ട്? ഷാഫ്റ്റിന്റെ കൂടെ ഈ പറയുന്ന മെയിൽ പാർട്ട് പഞ്ച് ഉണ്ട്. പഞ്ച് എന്ത് ചെയ്യുന്നു? ഡൈന്റെ ഉള്ളിലേക്ക് ഡൈ എന്ന് പറയുന്നത് ഇങ്ങനെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് രീതിയിൽ ഇങ്ങനെ കുഴി പോലെ ആക്കി വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഈ പഞ്ച് ഇതിലേക്ക് വരും അല്ലെ? പഞ്ച് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് എന്റെ ഡൈ എന്ന് വിചാരിക്കുക, ഡൈയുടെ സെക്ഷൻ എന്ന് വിചാരിക്കുക. ഓക്കെ, ഇതാണ് ഞാൻ വെച്ചിരിക്കുന്ന പ്ലേറ്റ് എന്ന് വിചാരിക്കുക. ഓക്കെ, ഈ പഞ്ച് ഞാൻ ഇതിലേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇത്രയും ഭാഗം ഒന്നിക്കും എന്ത് ചെയ്യും? അവൻ താഴ്ന്നു പോയിട്ട് ഇംപ്രഷൻ ഉണ്ടാക്കും, അല്ലെങ്കിൽ കട്ട് ചെയ്ത് പോകും. അങ്ങനെ ഫൈനൽ ഷേപ്പ് എങ്ങനെയായിരിക്കും? ഫൈനൽ ഷേപ്പ് എനിക്ക് ഇപ്പം പഞ്ചിങ് ആണെങ്കിൽ ഇവിടെ ഒരു ഹോള് പോലുള്ള സാധനം വന്നിട്ടുണ്ടാവും. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് എന്ത്? ഹാൻഡ് പഞ്ചിങ് മെഷീൻ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അടുത്ത നമുക്ക് എന്ത് പറയണം? ഹാൻഡ് ആൻഡ് പവർ ഓപ്പറേറ്റഡ് ഡ്രില്ലിംഗ് മെഷീൻ പറയണം. അടുത്ത എന്താ പറയാനുള്ളത്? നമുക്ക് ഹാൻഡ് ആൻഡ് പവർ ഓപ്പറേറ്റഡ് ഡ്രില്ലിംഗ് മെഷീൻ ആണ് അടുത്ത് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ അതിൽ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ഹാൻഡ് ഓപ്പറേറ്റഡ് ഡ്രില്ലിംഗ് മെഷീനും പവർ ഓപ്പറേറ്റഡ് ഡ്രില്ലിംഗ് മെഷീനെ കുറിച്ചിട്ട്. അതിനു മുമ്പ് എന്താണ് ഈ പറയുന്ന ഹാൻഡ് ഓപ്പറേറ്റഡ് ഡ്രില്ലിംഗ് മെഷീൻ, അല്ലെങ്കിൽ എന്തിനാണ് ഈ പറയുന്ന ഹെഡിങ് പറഞ്ഞിട്ട് ഞാനിവിടെ പോർട്ടബിൾ ടൈപ്പ് ഡ്രില്ലിംഗ് മെഷീൻ എന്ന് ഹെഡിങ് കൊടുത്തത്. ഓക്കെ, അപ്പം ഈ പോർട്ടബിൾ ടൈപ്പിന്റെ അടിയിലാണ്, പോർട്ടബിൾ ടൈപ്പ് ഡ്രില്ലിംഗ് മെഷീന്റെ അടിയിലാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്? ഈ ഹാൻഡ് ഓപ്പറേറ്റഡ് ഡ്രില്ലിംഗ് മെഷീനും പവർ ഓപ്പറേറ്റഡ് ഡ്രില്ലിംഗ് മെഷീനും പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് പോർട്ടബിൾ ടൈപ്പ് ഡ്രില്ലിംഗ് മെഷീൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേഷനറി ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥലത്ത്, ഓക്കെ, ചില ജോബുകൾക്ക് നമുക്ക് സ്റ്റേഷനറി ജോബുകളും സ്റ്റേഷനറി ഡ്രില്ലിംഗ് മെഷീൻസ്, നമ്മുടെ റേഡിയൽ ഡ്രില്ലിംഗ് മെഷീൻസ്, സെൻസിറ്റീവ് ഡ്രില്ലിംഗ് മെഷീൻ, അങ്ങനെയുള്ള ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിക്കാൻ വേണ്ടി പറ്റാതെ വരും. ആ നേരത്ത് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ പോർട്ടബിൾ ഡ്രില്ലിംഗ് മെഷീൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് പോർട്ടബിൾ ഡ്രില്ലിംഗ് മെഷീൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോർട്ടബിൾ ഹാൻഡ് ഡ്രിൽസ് of different types are used for certain jobs. അപ്പോൾ used for certain jobs which cannot be handled on a stationary drilling machine. ഇപ്പോൾ ജോബ്സ്, ഏത് തരം ജോബ്സ്? സ്റ്റേഷനറി ഡ്രില്ലിംഗ് മെഷീനിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ജോബ്സ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ഉപയോഗിക്കുന്നത്? പോർട്ടബിൾ ഡ്രില്ലിംഗ് മെഷീൻസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അത് രണ്ട് ടൈപ്പിലുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നെന്താണ്
പവർ ഓപ്പറേറ്റഡ് ഡ്രില്ലിംഗ് മെഷീൻസ് ഉണ്ട്, രണ്ടെന്താണ് ഹാൻഡ് ഓപ്പറേറ്റഡ് ഡ്രില്ലിംഗ് മെഷീൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് പവർ ഓപ്പറേറ്റഡ് ഡ്രില്ലിംഗ് മെഷീൻസിനെ കുറിച്ച് പഠിക്കാം. പവർ ഓപ്പറേറ്റഡ് ഡ്രില്ലിംഗ് മെഷീൻസും എനിക്ക് 3 ടൈപ്പ് ഉണ്ട്. എന്താണത്? ഇലക്ട്രിക് ഹാൻഡ് ഡ്രില്ലിംഗ് മെഷീൻസ്, ലൈറ്റ് ഡ്യൂട്ടി, പിന്നെയോ ഇലക്ട്രിക് ഹാൻഡ് ഡ്രില്ല് ഹെവി ഡ്യൂട്ടി, പിന്നെയോ ന്യൂമാറ്റിക് ഹാൻഡ് ഡ്രില്ല്. അപ്പൊ 3 തരത്തിലാണ് ഈ പറയുന്ന പവർ ഓപ്പറേറ്റഡ് ഡ്രില്ലിംഗ് മെഷീൻസ് എനിക്കുള്ളത്. 2 ഇലക്ട്രിക് ഹാൻഡ് ഡ്രില്ലാണ്. എന്താണത്? ലൈറ്റ് ഡ്യൂട്ടി ഉണ്ട്, ഹെവി ഡ്യൂട്ടി ഉണ്ട്, പിന്നെ ഒരുത്തന ന്യൂമാറ്റിക് ഹാൻഡ് ഡ്രില്ലാണ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ നമുക്ക് പഠിക്കാം ഇലക്ട്രിക് ഹാൻഡ് ഡ്രില്ല് ലൈറ്റ് ഡ്യൂട്ടി. ഓക്കെ, അപ്പൊ ആദ്യം പഠിക്കേണ്ടതാണ് ഇലക്ട്രിക് ഹാൻഡ് ഡ്രില്ല് ലൈറ്റ് ഡ്യൂട്ടിയാണ്. ഓക്കെ, ഇതാണ് ഒരു ഇലക്ട്രിക് ഹാൻഡ് ഡ്രില്ല് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് പല തരത്തിൽ ഡിഫറെന്റ് ടൈപ്സിൽ അല്ലെങ്കിൽ ഡിഫറെന്റ് ഫോംസിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ എന്താ ഉള്ളത്? ഒരു ചെറിയ ഇലക്ട്രിക് മോട്ടറാണ് ഉള്ളത്. എന്തിനു വേണ്ടിയിട്ട്? ഡ്രില്ലിനെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആ ഡ്രില്ലിനെ ടേൺ ചെയ്യിക്കുന്നത് അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുന്നത് ആരാണ്? സ്മോൾ ഇലക്ട്രിക് മോട്ടറാണ്. അപ്പൊ ഹാസ് എ സ്മോൾ ഇലക്ട്രിക് മോട്ടോർ for driving the drill. ഡ്രില്ലിനെ ഡ്രൈവ് ചെയ്യിക്കാൻ വേണ്ടി ഒരു സ്മോൾ ഇലക്ട്രിക് മോട്ടോർ ആണുള്ളത്. ഓക്കെ, അപ്പോൾ ഡ്രില്ലിന്റെ ഒരറ്റത്ത് എന്ത് ഘടിപ്പിച്ചിരിക്കുകയാണ്? ഈ പറയുന്ന ഡ്രിൽ ബിറ്റ് ഘടിപ്പിച്ചിരിക്കുകയാണ് അല്ലെ? ഇതാണ് ഡ്രില്ല് എങ്കിൽ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രില്ലിംഗ് മെഷീൻ എന്ന് പറയുന്നത്. ഇതിന്റെ അറ്റത്ത് എന്ത് ഘടിപ്പിച്ചിരിക്കുന്നത്? ഒരു ഡ്രിൽ ചെക്ക് ഘടിപ്പിച്ചിരിക്കുകയാണ്. ആ ഡ്രിൽ ചെക്കിലാണ് ഞാൻ എന്ത് വെച്ചിരിക്കുന്നത്? ആ ഡ്രിൽ ചെക്കിലാണ് ഞാൻ ഇവനെ വെച്ചിരിക്കുന്നത്. ഓക്കെ, ഈ ഡ്രില്ലിനെ വെച്ചിരിക്കും മൗണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഒരറ്റത്ത് എന്ത് ഘടിപ്പിച്ചിട്ടുണ്ട്? ഒരു ഡ്രിൽ ചെക്ക് ഘടിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിന് സാധാരണ ഒരു സിംഗിൾ സ്പീഡ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുണ്ടാവുക. ഓക്കെ, സിംഗിൾ സ്പീഡ്, അതായത് സ്പീഡ് എനിക്ക് മാറ്റാൻ വേണ്ടി പറ്റില്ല. ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സ്പീഡിൽ മാത്രമേ ഇവൻ റൊട്ടേറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, ഇപ്പൊ നമ്മുടെ എന്താണ് ഗിയർ സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്ന പറയാം, കാറിനൊക്കെ ആണെങ്കിലും പല സ്പീഡുകൾ നമുക്ക് അവൈലബിൾ ആണ്. എന്നാൽ ഇതിന് എന്ത് മാത്രമേ അവൈലബിൾ ഉള്ളൂ? ഒറ്റ സിംഗിൾ സ്പീഡ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ആ സ്പീഡ് നമുക്ക് വേരി ചെയ്യാൻ പറ്റില്ല. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സ്പീഡിൽ ഇവൻ റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞതാണ് ഒരു എൻഡിൽ എന്തുണ്ടെന്ന് പറഞ്ഞു? ചക്ക് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം വൺ എൻഡ് ഓഫ് ദി സ്പിൻഡിൽ one end of spindle, a drill chuck is mounted. Drill chuck is mounted. Okay, ഇനിയോ ഇതിന് സാധാരണഗതിയിൽ എന്തേ ഉള്ളൂ എന്ന് പറഞ്ഞത്? സിംഗിൾ സ്പീഡ് മാത്രമേ. അപ്പൊ യൂഷ്വലി സാധാരണഗതിയിൽ will have a single speed, ഒരു സിംഗിൾ സ്പീഡ് മാത്രമേ ഇതിന് ഉണ്ടാവുള്ളൂ. ഓക്കെ, അതാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. ഇലക്ട്രിക് ഹാൻഡ് ഡ്രില്ല് ലൈറ്റ് ഡ്യൂട്ടിയെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, ഇനി ഇലക്ട്രിക് ഹാൻഡ് ഡ്രില്ല് ഹെവി ഡ്യൂട്ടിയാണ്. ഇവിടെ എനിക്ക് എന്തുണ്ട്? എനിക്ക് സ്പീഡ് ഇതിന് വേരി ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ ക്യാൻ ഹാവ് വേരീഡ് സ്പീഡ്, അല്ലെങ്കിൽ എന്ത് സിസ്റ്റം ഉപയോഗിച്ചിട്ട്, ഒരു ഗിയർ സിസ്റ്റം ഉപയോഗിച്ചിട്ട് എനിക്ക് ഇതിന്റെ സ്പീഡിനെ വേരി ചെയ്യാൻ വേണ്ടി പറ്റും. പലതരത്തിലുള്ള സ്പീഡ് അവൈലബിൾ ആണ്. അപ്പൊ ഇതാണ് എന്ത്? ഒരു ഇലക്ട്രിക് ഹാൻഡ് ഡ്രില്ല് എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കിയെല്ലാം ഇതുപോലെ തന്നെയാണ്. നമ്മുടെ ലൈറ്റ് ഡ്യൂട്ടി പോലെ തന്നെയാണ് ഹെവി ഡ്യൂട്ടി. ഓക്കെ, ചക്ക് ഉണ്ട്, എന്താ ചെയ്യുക? എനിക്ക് അതിന് ഡ്രില്ല് പിടിപ്പിക്കാം. ഓക്കെ, അത് മോട്ടർ ഉണ്ട്, എന്തിനാണ്? ഇതിനെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ഒരു മോട്ടർ ഉണ്ട്. അപ്പൊ അതെല്ലാം അതിൽ പറഞ്ഞു തന്നെയാണ്. ഇവിടെ പറയാനുള്ളതാണ് ഡ്രിൽ സ്പീഡ് can be varied. Drill speed can be varied through a system of gears. Through a system of gears. ഇപ്പോൾ ഡ്രിൽ സ്പീഡ് നമുക്ക് വേരി ചെയ്യാൻ വേണ്ടി പറ്റും. എങ്ങനെ? ഒരു സിസ്റ്റം ഓഫ് ഗിയർ ഉപയോഗിച്ചിട്ട്. ഓക്കെ, ഇത് നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്? ലാർജ് ഡയമീറ്റർ ജോബ്സ് ഡ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവനെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഹെവി ഡ്യൂട്ടി ഉപയോഗിക്കുന്നതിനാണ് particularly suitable for drilling large diameter jobs. Particularly suitable for large diameter jobs.
ഓക്കെ, അപ്പോൾ ഇതിന്റെ സ്പീഡ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, വേരി ചെയ്യാൻ വേണ്ടി പറ്റും. ലാർജ് ഡയമീറ്റർ ജോബ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ആരും ഉപയോഗിക്കുന്നത്, ഇലക്ട്രിക് ഹാൻഡ് ഡ്രില്ല് ഹെവി ഡ്യൂട്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്ത ന്യൂമാറ്റിക് ഹാൻഡ് ഡ്രില്ലാണ്. അത് ന്യൂമാറ്റിക് ഹാൻഡ് ഡ്രില്ലും അതിന്റെ പാർട്സും. ഓക്കെ, അപ്പോൾ ഈ ന്യൂമാറ്റിക് ഹാൻഡ് ഡ്രില്ല് ഓപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് കംപ്രസ്ഡ് എയർ വഴിയാണ്. ഓക്കെ, അപ്പോൾ ഓപ്പറേറ്റഡ് ബൈ കംപ്രസ്ഡ് എയർ, ഓപ്പറേറ്റഡ് ബൈ കംപ്രസ്ഡ് എയർ. അപ്പോൾ കംപ്രസ്ഡ് എയർ ഉപയോഗിച്ചിട്ടാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനിയോ ടു ഓപ്പറേറ്റ് ദി ഡ്രിൽ കൺവീനിയന്റ്ലി, ഈ ഡ്രില്ല് കൺവീനിയന്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് രണ്ട് സാധനങ്ങളുണ്ട്. ടു ഓപ്പറേറ്റ് ദി ഡ്രിൽ കൺവീനിയന്റ്ലി, എനിക്ക് രണ്ട് സാധനങ്ങളുണ്ട്. എന്താണ്? എൻ എയർ ഡ്രിവൺ മോട്ടോർ ഈസ് ഹൗസ്ഡ് ഇൻ ദി കേസിംഗ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും എയർ മോട്ടോർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. എന്താ ഉള്ളത്? എനിക്ക് ഒരു എയർ ഡ്രിവൺ മോട്ടോർ എനിക്കുണ്ട്. ഓക്കെ, പിന്നെയോ എ ഹാൻഡിൽ ഈസ് ഫിറ്റഡ് അലോങ് വിത്ത് എൻ എയർ പൈപ്പ്. അപ്പൊ എനിക്ക് എന്തുണ്ട്? എയർ പൈപ്പ് ഉള്ള ഒരു ഹാൻഡിൽ എനിക്ക് ഇവിടെ ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ എനിക്ക് ഇത് കൺവീനിയന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് രണ്ട് സാധനങ്ങളാണുള്ളത്. എന്താണത്? ഒന്ന് എയർ മോട്ടോർ ഉണ്ട്. ഓക്കെ, രണ്ടാമത്തെ എന്താണ്? ഒരു ഹാൻഡിൽ. ഈ ഹാൻഡിൽ എന്ത് ഫിക്സ് ചെയ്തിട്ടുണ്ട്? ഈ ഹാൻഡില് എയർ പൈപ്പിനെ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഈ ഹാൻഡിൽ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സാധനങ്ങളാണ് ഇതിനെ കൺവീനിയന്റ് ഓപ്പറേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഇതിനെ കൺവീനിയന്റ് ഓപ്പറേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ആരൊക്കെയാണ്? an air driven motor, an air driven motor എവിടെയാണുള്ളത്? ഹൗസ്ഡ് ഇൻ ദി കേസിംഗിനുള്ളിലാണുള്ളത്. ഓക്കെ, ഇൻ ദി കേസിംഗ്, ഹൗസ്ഡ് ഇൻ ദി കേസിംഗ്. പിന്നെ എന്താ ഉള്ളത്? പിന്നെയുള്ളത് എ ഹാൻഡിൽ ഈസ് ഫിറ്റഡ് അലോങ് വിത്ത് എൻ എയർ പൈപ്പ്. ഓക്കെ, എ ഹാൻഡിൽ is fitted along with an air pipe. എയർ പൈപ്പ് ഉള്ള ഒരു ഹാൻഡിലും ഇതിലിട്ട്. ഇതാണ് എന്ത് ചെയ്യുന്നത്? ഇതിന് കൺവീനിയന്റ് ഓപ്പറേഷന് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അതൊന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് മാർക്ക് ചെയ്യുക. അപ്പോൾ ഏതാണ് കൺവീനിയന്റ് ഓപ്പറേഷന് ഹെൽപ്പ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? എയർ ഡ്രിവൺ മോട്ടറും പിന്നെ ഹാൻഡിൽ ഫിറ്റഡ് വിത്ത് എയർ പൈപ്പും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി ഇത് എവിടെയാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് ഡ്രിൽസ് പ്രൊഹിബിറ്റ് ചെയ്യപ്പെടും അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഈ പറയുന്ന ന്യൂമാറ്റിക് ഡ്രില്ല് ഉപയോഗിക്കുന്നത്. അപ്പൊ എവിടെയാണ് ഇവന് ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, എവിടെ ഉപയോഗിക്കുന്നത്? The drill is used where electrically operated drills are prohibited. Electrically operated drills are prohibited. അപ്പൊ പി എസ് സി ഇങ്ങനെയല്ല ചോദിക്കുക. പി എസ് സി ചോദിക്കും ഈ പ്രൊഹിബിറ്റഡ് ഏരിയ വെച്ചിട്ടാണ്. ഏതാണ് പ്രൊഹിബിറ്റഡ് ഏരിയ എന്നുള്ളത്? എക്സ്പ്ലോസീവ് ഫാക്ടറി. ഓക്കെ, പിന്നെയോ നമ്മുടെ പെട്രോളിയം റിഫൈനറീസ്. ഇവിടെ ഉപയോഗിക്കുന്ന ഡ്രില്ല് ഏതാണ് എന്ന് ചോദിക്കും. ഓക്കെ, ഇവിടെ ഉപയോഗിക്കുന്ന പോർട്ടബിൾ ഡ്രില്ല് അല്ലെങ്കിൽ ഡ്രില്ല് ഏതാണെന്ന് ചോദിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഏതാണ് ഡ്രില്ല്? ന്യൂമാറ്റിക് ഹാൻഡ് ഡ്രില്ലാണ് ഇവിടെ ഉപയോഗിക്കുന്ന ഡ്രില്ല്. ഓക്കെ, അപ്പൊ ക്ലിയർ ആണല്ലോ? അപ്പോൾ യൂസ്ഡ് വെയർ ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് ഡ്രിൽസ് ആർ പ്രൊഹിബിറ്റഡ്. അത് ഏതാണ്? എക്സ്പ്ലോസീവ് ഫാക്ടറീസില്, പെട്രോളിയം റിഫൈനറീസിൽ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് എന്തിനെ കുറിച്ച് പറയാനുള്ളത്? നമുക്ക് പവർ ഓപ്പറേറ്റഡ് ഡ്രില്ലിസിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഓക്കെ, അടുത്ത നമുക്ക് ഹാൻഡ് ഓപ്പറേറ്റഡ് ഡ്രില്ലിംഗ് മെഷീൻസ് ആണ്. ഓക്കെ, ഇത് എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ട്രക്ചറൽ ഫാബ്രിക്കേഷനിൽ, ഷീറ്റ് മെറ്റൽ വർക്കിൽ, കാർപ്പൻട്രിയിൽ. ഓക്കെ, പിന്നെ എവിടെയൊക്കെയാണോ എനിക്ക് എന്ത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റാത്തത്, ഇലക്ട്രിസിറ്റിയും ന്യൂമാറ്റിക് സപ്ലൈയും ഇല്ലാത്തത്, അതായത് ഇലക്ട്രിക് ഡ്രില്ലും ന്യൂമാറ്റിക് ഡ്രില്ലും എനിക്ക് എവിടെയൊക്കെയാണോ ഉപയോഗിക്കാൻ വേണ്ടി പറ്റാത്തത്, അവിടെയൊക്കെ ഞാൻ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഹാൻഡ് ഓപ്പറേറ്റഡ് ഡ്രില്ലിംഗ് മെഷീൻസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ എവിടെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എവിടെയാണ് ഇത് ഉപയോഗിക്കുന്നത്?
യൂസ്ഡ് ഇൻ എവിടെയാണ് സ്ട്രക്ചറൽ ഫാബ്രിക്കേഷൻ പിന്നെയോ ഷീറ്റ് മെറ്റൽ വർക്ക്സ് പിന്നെയോ കാർപെൻട്രി പിന്നെ എവിടെയൊക്കെയാണോ നമുക്ക് ഇലക്ട്രിസിറ്റിയും ന്യൂമാറ്റിക് സപ്ലൈയും ഇല്ലാത്ത അവിടെയൊക്കെ particularly where electric and pneumatic supply is not available. Electric and pneumatic supply is not available. അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്? ഈ പറയുന്ന ഹാൻഡ് ഓപ്പറേറ്റഡ് ഏത് ഉപയോഗിക്കാം? ഡ്രില്ലിംഗ് മെഷീൻസ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അതിന്റെ ടൈപ്പ് നമുക്ക് 3 ടൈപ്പാണ് ഉള്ളത്. ഒന്നാമത്തത് റാച്ചറ്റ് ഡ്രില്ലിംഗ് മെഷീൻസ്, രണ്ടാമത്തത് ബിവൽ ഗിയർ ടൈപ്പ് ഡ്രില്ലിംഗ് മെഷീന്, മൂന്നാമത്തത് ബ്രസ്റ്റ് ഡ്രില്ലിംഗ് മെഷീൻ. അപ്പൊ ഈ 3 ടൈപ്പാണ് നമുക്കുള്ളത്. അപ്പൊ ഏതാണ് 3 ടൈപ്പ്? റാച്ചറ്റ് ഡ്രില്ലിംഗ് മെഷീൻസ്, ബിവൽ ഗിയർ ടൈപ്പ് ഡ്രില്ലിംഗ് മെഷീന്, പിന്നെ ബ്രസ്റ്റ് ഡ്രില്ലിംഗ് മെഷീൻ. അപ്പൊ റാച്ചറ്റ്, ബിവൽ ഗിയർ, പിന്നെ ബ്രസ്റ്റ് ഡ്രില്ലിംഗ് മെഷീൻസ് ആണ് നമുക്ക് ഉള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ആദ്യം നമുക്ക് റാച്ചറ്റ് ഡ്രില്ലിംഗ് മെഷീൻ പഠിക്കാം. അത് കാണുന്ന ഏകദേശം ഇങ്ങനെയാണ് ഇരിക്കുക. ഓക്കെ, അപ്പൊ അതിന് റാച്ചറ്റ് വീല് അവിടെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് റാച്ചറ്റ് വീല് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനൊരു റാച്ചറ്റ് വീൽ ഉണ്ട്, അതുകൊണ്ടാണ് ഇത് റാച്ചറ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇതാണ് ഇതിന്റെ റാച്ചറ്റ് വീല് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഇത്, എവിടെയാണ് ഇത് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഇത് ഉപയോഗിക്കുന്നത് കോമൺലി യൂസ്ഡ് ഇൻ സ്ട്രക്ചറൽ ഫാബ്രിക്കേഷനിലാണ്. ഓക്കെ, ഇത് എവിടെ ഉപയോഗിക്കുന്നത്? സ്ട്രക്ചറൽ ഫാബ്രിക്കേഷനിലാണ് ഇവൻ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത്. കോമൺലി യൂസ്ഡ് ഇൻ സ്ട്രക്ചറൽ ഫാബ്രിക്കേഷൻ. സ്ട്രക്ചറൽ ഫാബ്രിക്കേഷൻ. ഓക്കെ, ഇവരുടെ ഡ്രില്ലിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഈ പറയുന്ന റാച്ചറ്റ് ഡ്രില്ലിംഗ് മെഷീനിൽ ഉപയോഗിക്കുന്ന ഡ്രില്ലിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്വയർ ഹെഡ് ഉള്ള ടാപ്പേർഡ് ഷാങ്ക് ആയിട്ടുള്ള ഡ്രില്ലാണ് ഈ മെഷീനിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ എന്താ ഉപയോഗിക്കുന്നത്? സ്ക്വയർ ടാപ്പേർഡ് ഷാങ്ക് ഡ്രിൽസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? are used on this machine. ഈ മെഷീനിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? സ്ക്വയർ ഹെഡ് ആയിട്ടുള്ള ടാപ്പേർഡ് ഷാങ്ക് ആയിട്ടുള്ള ഡ്രില്ലാണ് നമ്മൾ ഈ മെഷീനിൽ ഉപയോഗിക്കുന്നത്. അതാണ് നമുക്ക് റാച്ചറ്റ് ഡ്രില്ലിംഗ് മെഷീനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അടുത്തത് ബിവൽ ഗിയർ ടൈപ്പ് ഡ്രില്ലിംഗ് മെഷീൻ. ഇതാണ് ബിവൽ ഗിയർ ടൈപ്പ് ഡ്രില്ലിംഗ് മെഷീൻ. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ബിവൽ ഗിയർ ടൈപ്പ് ഡ്രില്ലിംഗ് മെഷീൻ ഇരിക്കുക? ഇവരെന്തിനാ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്മോൾ ഡയമീറ്റർ ഹോൾസ് ഡ്രിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, സ്മോൾ ഡയമീറ്റർ ജോബ്സ് ഡ്രിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോറി, സ്മോൾ ഡയമീറ്റർ ഹോൾസ് ഡ്രിൽ ചെയ്യാൻ വേണ്ടി, ജോബ്സ് അല്ല, സ്മോൾ ഡയമീറ്റർ ഹോൾസ് ഡ്രിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. സ്മോൾ ഡയമീറ്റർ ഹോൾസ് ഡ്രിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ സ്മോൾ ഡയമീറ്റർ ഹോൾസ് ഡ്രിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആര് ഉപയോഗിക്കുന്നത്? ഇവനെ ഉപയോഗിക്കുന്നത്. ഓക്കെ, ആ ഡയമീറ്റർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ് ടു 6 മില്ലിമീറ്റർ. അപ്പൊ 6 മില്ലിമീറ്റർ വരെയുള്ള ഡയമീറ്റർ ജോബ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ഡ്രിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവനെ ഉപയോഗിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇവനിൽ എനിക്കൊരു ഹോൾഡ് ചെയ്ത് പിടിച്ചു വെക്കാനുള്ള ഒരു സ്റ്റഡി ഹാൻഡ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ സ്റ്റഡി ഹാൻഡ് നമ്മൾ ഇടത് കൈ കൊണ്ട് പിടിക്കുന്നു. ഓക്കെ, നമ്മളൊരു വലത് കൈ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ നമ്മൾ ഈ സ്റ്റഡി ഹാൻഡിലിനെ ഇടത് കൈ കൊണ്ട് ഉപയോഗിച്ചിട്ട് ഇവിടെ നമുക്കൊരു ഓപ്പറേറ്റിംഗ് ഹാൻഡിൽ കാണാൻ വേണ്ടി പറ്റും. അതിന്റെ എന്താണ് ഒരു വ്യൂ, ഒരു പർട്ടിക്കുലർ സൈഡ് വ്യൂവും കൂടെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് ഇവിടെയാണ് ഓപ്പറേറ്റിംഗ് ഹാൻഡിൽ ഉള്ളത്. ഇങ്ങോട്ട് ഈ പറയുന്ന സ്ക്രീനിന്റെ ഉള്ളിലേക്കാണ് ഈ ഹാൻഡിൽ ഭാഗം കാണിച്ചിരിക്കുന്നത്. അത് ഞാൻ തിരിക്കുകയാണ് ചെയ്യുക. ഓക്കെ, അത് തിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്?
ഇവൻ ഇതാണ് എൻ്റെ എന്തത് ബിവൽ ഗിയർ. ഓക്കെ, ഞാൻ ഹാൻഡിൽ തിരിക്കുമ്പോൾ തിരിയുന്ന ബിവൽ ഗിയർ ഇവനാണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും, ഇവൻ തിരിയും. ഞാൻ ഹാൻഡിൽ ഇങ്ങനെ തിരിക്കുന്ന നേരത്ത് ഇവിടെയാണ് ഹാൻഡിൽ ഉണ്ടാവുക എന്ന് വിചാരിക്കുക, ഈ ഭാഗത്താണ് ഹാൻഡിൽ ഉണ്ടാവുക എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോ ഇവിടെ എൻ്റെ ഹാൻഡിൽ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഇവിടെയാണ് എൻ്റെ ഹാൻഡിൽ ഉള്ളതെന്ന് വിചാരിക്കുക. ഇത് ഞാൻ തിരിക്കുന്ന നേരത്ത്, ഞാൻ റൊട്ടേറ്റ് ചെയ്യുന്ന നേരത്ത് ഈ പറയുന്ന ബിവൽ ഗിയർ ഓക്കെ എന്ത് ചെയ്യുന്നു, റൊട്ടേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഈ പറയുന്ന ബിവൽ ഗിയർ എന്ത് ചെയ്യുന്നു, ഞാൻ ഹാൻഡിൽ തിരിക്കുന്ന രീതിക്ക് റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു, അത് ഇവനെ റൊട്ടേറ്റ് ചെയ്യിക്കുന്നു. ഇവൻ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയാണ് എൻ്റെ സ്പിൻഡിലും പിന്നെ എന്തുള്ളത്, എൻ്റെ ചക്കൊക്കെ ഉള്ളത്. ഓക്കെ, അവനും റൊട്ടേറ്റ് ചെയ്യുന്നു. അവനിലാണ് ആരുള്ളത്, എൻ്റെ ഡ്രില്ലുള്ളത്, അവനും റൊട്ടേറ്റ് ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ. അപ്പൊ ഞാൻ ഇവിടുന്ന് ഇതിനെ ഓപ്പറേറ്റ് ചെയ്യിക്കുമ്പോൾ, ആരെ ഓപ്പറേറ്റ് ചെയ്യിക്കും, ഈ ഹാൻഡിനെ ഓപ്പറേറ്റ് ചെയ്യിക്കുമ്പോൾ എന്ത് ഓപ്പറേറ്റ് ചെയ്യുന്നു, എൻ്റെ ബിവൽ ഗിയർ ഓപ്പറേറ്റ് ചെയ്യുന്നു അല്ലെ. ഏതുമായിട്ട്, എൻ്റെ ഹാൻഡിലുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഉള്ള ബിവൽ ഗിയർ റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു, ഇവിടെയുള്ള ബിവൽ ഗിയറും റൊട്ടേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അതിനെ കണക്ട് ചെയ്തിരിക്കുന്ന ഗിയറും റൊട്ടേറ്റ് ചെയ്യുന്നു. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആര് റൊട്ടേറ്റ് ചെയ്യുന്നു, ഈ പറയുന്ന ചക്ക് റൊട്ടേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ രണ്ട് ബിവൽ ഗിയേഴ്സ് ആണുള്ളത്. ഒന്നെന്റെ മെയിൻ ബിവൽ ഗിയറിന് പിന്നെ എൻ്റെ ബിവൽ പീനിയൻ ഉണ്ട്. ഓക്കെ, അപ്പോ ഗിയറും പീനിയനും ആണുള്ളത്. ഗിയർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ പീനിയൻ റൊട്ടേറ്റ് ചെയ്യുന്നു. പീനിയൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ പറയുന്ന ഡ്രിൽ ഹോൾഡറും കൂടെ റൊട്ടേറ്റ് ചെയ്യുന്നു. ഡ്രിൽ ഹോൾഡറും കൂടെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആറ് റൊട്ടേറ്റ് ചെയ്യുന്നു, എൻ്റെ ഡ്രില്ലും കൂടെ റൊട്ടേറ്റ് ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ PSC ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എന്ത് ഉപയോഗിച്ചിട്ടാണ് ബിവൽ ഗിയർ മെക്കാനിസം വർക്ക് ചെയ്യുന്നത്, ബിവൽ ഗിയർ മെക്കാനിസം ഉപയോഗിച്ചിട്ടാണ് ബിവൽ ഗിയർ ടൈപ്പും വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ രണ്ടാമത് ചോദിക്കുന്നത് സ്മോൾ ഡയമീറ്റർ ഹോൾസ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത്. ഓക്കെ, പിന്നെ എത്രയാണ് ആ ഡയമീറ്റർ എന്നാണ് ഇവിടെ PSC ചോദിക്കുക. ക്ലിയർ ആണല്ലോ. അടുത്തത് ബ്രസ്റ്റ് ഡ്രില്ലിംഗ് മെഷീൻ ആണ്. ഇതാണ് ബ്രസ്റ്റ് ഡ്രില്ലിംഗ് മെഷീൻ എന്ന് പറയുന്നത്. ഓക്കെ, നേരത്തെ നമ്മൾ കണ്ട ഹാൻഡിന് പകരം നമുക്ക് ഇവിടെ എന്താ ഉള്ളത്, ആ ഹാൻഡിന് പകരം ഇവിടെ ഒരു എന്താണ് ബ്രസ്റ്റ് പ്ലേറ്റ് ആണ് എനിക്കുള്ളത്. അത് മാത്രമാണ് ഇവിടെ വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെ എനിക്ക് ഒരു ബ്രസ്റ്റ് പ്ലേറ്റ്. അപ്പൊ ഇത് നെഞ്ചിനോട് ചേർത്ത് വെക്കുന്നു. നേരത്തെ നമ്മൾ ഇവിടെ ഒരു ഹാൻഡിലാണ് കണ്ടിട്ടുണ്ടായിരുന്നത് അല്ലെ, സ്റ്റഡി ഹാൻഡിൽ, അത് പിടിക്കുന്നു എന്ന് പറഞ്ഞു ഇടത് കയ്യിൽ, എന്നിട്ട് വലത് എടുത്തിരിക്കുന്നു എന്ന് പറയുന്നു. ഇതാണെങ്കിൽ ഇത് നെഞ്ചിനോട് നമ്മൾ ചേർത്ത് വെക്കുന്നു. അതിനാണ് ബ്രസ്റ്റ് പ്ലേറ്റ് എന്ന് പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഹാൻഡ് നമ്മൾ തിരിക്കുന്നു. ഇതിന്റെ സൈഡ് വ്യൂ ആണിത്. ഹാൻഡിൽ തിരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, ബിവൽ ഗിയർ റൊട്ടേറ്റ് ചെയ്യുന്നു അല്ലെ, ബിവൽ ഗിയർ റൊട്ടേറ്റ് ചെയ്യുന്നു. ഓക്കെ, ആ ബിവൽ ഗിയർ ഏതിനെ റൊട്ടേറ്റ് ചെയ്യിക്കുന്നു, പീനിയനെ റൊട്ടേറ്റ് ചെയ്യിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ബിവൽ ഗിയർ വീൽസ് ഫോർ 2 സ്പീഡ്സ്. അപ്പൊ 2 സ്പീഡ്സിന് വേണ്ടിയിട്ടുള്ള ബിവൽ ഗിയർ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ വേരിയബിൾ സ്പീഡ് ഇവിടെ പോസിബിൾ ആണെങ്കിൽ 2 സ്പീഡ് ഇവിടെ പോസിബിൾ ആണെന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ബിവൽ ഗിയർ ഏതാണോ കണക്ട് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ച് സ്പീഡ് ഉണ്ടാവുന്നു. ഓക്കെ, വലുതാണെങ്കിൽ കുറഞ്ഞ സ്പീഡ്, ചെറുതാണെങ്കിൽ വലിയ സ്പീഡ്. ഓക്കെ, അപ്പൊ അത് ആ ബിവൽ ഗിയർ ഒരു പീനിയനുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഏത് ബിവൽ പീനിയനുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അവൻ ഏതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്, സ്പിൻഡിലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അവൻ ആ ചക്കുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ചക്കിന്റെ അവസാനത്ത് എന്തുണ്ട്, എനിക്ക് ഇവിടെ ഒരു ഡ്രില്ല് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഹാൻഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ ഡ്രില്ലും റൊട്ടേറ്റ് ചെയ്യുന്നു. അതാണ് അതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഇവിടെ സാധാരണഗതിയിൽ സ്പീഡ് പലതരത്തിലുള്ള സ്പീഡുകൾ, അല്ലെങ്കിൽ മിനിമം 2 സ്പീഡെങ്കിലും പോസിബിൾ ആണ് എന്നുള്ള കാര്യം ഓക്കെ ഓർത്ത് വയ്ക്കും. അപ്പോൾ എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ലാർജ് ഡയമീറ്റർ ഹോൾ ഡ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ യൂസ്ഡ് ഫോർ ഡ്രില്ലിംഗ് ലാർജ് ഹോൾസ് ഓഫ് ലാർജ് ഡയമീറ്റർ. ഓക്കെ, ശ്രദ്ധിക്കുന്നത് ബ്രസ്റ്റ് പ്ലേറ്റ് ഉള്ളത് കൊണ്ടും നെഞ്ചിലോട് ചേർത്ത് വെക്കുന്നതുകൊണ്ടും എനിക്ക് കൂടുതൽ പ്രഷർ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. കൈ കൊണ്ട് അപ്ലൈ ചെയ്യുന്ന പ്രഷറിനേക്കാൾ കൂടുതൽ നമുക്ക് നെഞ്ചുകൊണ്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം മോർ പ്രഷർ ക്യാൻ ബി എക്സൈറ്റഡ് യൂസിങ് ദിസ് മെഷീൻ. എന്തുകൊണ്ട്, ആ ബ്രസ്റ്റ് പ്ലേറ്റ് ഉള്ളതുകൊണ്ട് മോർ പ്രഷർ ക്യാൻ ബി അപ്ലൈഡ് യൂസിങ് ദിസ് മെഷീൻ. ഓക്കെ, മോർ പ്രഷർ ക്യാൻ ബി അപ്ലൈഡ്. പിന്നെ ഡ്രിൽ സൈസ്, ഡ്രില്ലിന് ഡയമീറ്റർ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്രിൽ ബിറ്റ്വീൻ 6 mm to 12 mm ക്യാൻ ബി യൂസ്ഡ് ഓൺ ദിസ് മെഷീൻ. ഡ്രിൽ ബിറ്റ്വീൻ 6 mm to 12 mm can be used on this machine. ഓക്കെ, അപ്പൊ അത്രയാണ് നമുക്ക് എന്തിനെ കുറിച്ചിട്ട് പറയാനുള്ളത്, നമ്മുടെ ബ്രസ്റ്റ് ഡ്രില്ലിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇതിൽ എന്ത് 2 സ്പീഡ്സ് പോസിബിൾ ആണ്. ഓക്കെ,
2 സ്പീഡ്സ് പോസിബിൾ ആണ്. അതും കൂടെ ഒന്നായിരിക്കും. 2 സ്പീഡ്സ്, മിനിമം ഓഫ് 2 സ്പീഡ്സ് പോസിബിൾ. ഓക്കെ, 2 സ്പീഡ്സ് പോസിബിൾ ആണ്. ഓക്കെ, 2 സ്പീഡ്സ് പോസിബിൾ ആണ്. മിനിമം ഓഫ് 2 സ്പീഡ്സ് ഓക്കെ പോസിബിൾ ആണ്. എങ്ങനെയാണ്? ഗിയർ മാറ്റി വെച്ചിട്ട്. അപ്പൊ ഇതിൽ ഗിയർ ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. ഗിയേഴ്സ് കണക്ട് ചെയ്യുന്ന ഗിയേഴ്സ് ഡിഫറെന്റ് ആണ് എങ്കിൽ ഡിഫറെന്റ് സ്പീഡ്സ് നമുക്ക് പോസിബിൾ ആണ് എന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ക്ലിയർ അല്ലേ? അടുത്ത നമുക്ക് പറയുന്നത് ഡ്രിൽ ബിറ്റ്സിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഡ്രിൽ ബിറ്റ്സിനെ കുറിച്ചിട്ടാണ് നമുക്ക് അടുത്തത് പറയാനുള്ളത്. അപ്പൊ ശ്രദ്ധിക്കുക, എന്താണ് ഡ്രിൽ ബിറ്റ് എന്ന് ചോദിക്കുകയാണ് എങ്കിൽ അതിനു മുമ്പ് പറയാനുള്ള സാധനം എന്താണ് ഡ്രില്ല് എന്ന് പറയണം. അപ്പൊ നമ്മളിപ്പോ കണ്ടു എന്താണ് ഡ്രില്ലിംഗ് മെഷീൻസിനെ കണ്ടു. അപ്പൊ നമ്മൾ ബേസിക്കലി എന്താണ് ഡ്രില്ല് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മുടെ ഈ സിലബസിന്റെ രണ്ടാമത്തെ മൊഡ്യൂൾ അത് പറയേണ്ടതായിരുന്നു. അപ്പൊ അതും കൂടെ ചേർത്തിട്ടാണ് ഇവിടെ നമ്മൾ പറയുന്നത്. അപ്പൊ ആ കാര്യങ്ങളോട് ഇനി ഡിസ്കസ് ചെയ്യില്ല. രണ്ടാമത്തെ മൊഡ്യൂളിലെ ഡ്രില്ല് എന്ന് പറഞ്ഞ ടൂൾസിന്റെ അവിടെയുള്ള ഡ്രില്ല് എന്ന് പറഞ്ഞ സാധനം ഡിസ്കസ് ചെയ്യില്ല. അതുകൊണ്ട് ചേർത്തിട്ടാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഡ്രില്ലിംഗ് എന്ന് പറയുന്ന ഓപ്പറേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അതൊരു സിലിണ്ടറിക്കൽ ഹോള് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓപ്പറേഷനാണ് എന്ത്? ഡ്രില്ലിംഗ് എന്ന് പറയുന്നത്. ഒരു മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂൾ ഉപയോഗിച്ചിട്ട് ഒരു സിലിണ്ടറിക്കൽ ഹോള് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓപ്പറേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡ്രില്ലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഡ്രില്ലിംഗ് എന്താണ്? ഡ്രില്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡ്രില്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷൻ ഓഫ് പ്രൊഡ്യൂസിങ് എ സിലിണ്ടറിക്കൽ ഹോൾ ഓഫ് ഡെഫിനിറ്റ് ഡയമീറ്റർ ബൈ യൂസിങ് എ മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂൾ. ഓക്കെ, ഓപ്പറേഷൻ ഓഫ് ഒരു ഓപ്പറേഷൻ ആണ് എന്ത്? പ്രൊഡ്യൂസിങ്, ഉണ്ടാക്കുന്നത്. പ്രൊഡ്യൂസിങ് എന്താ ഉണ്ടാക്കുന്നത്? എ സിലിണ്ടറിക്കൽ ഹോൾ, ഒരു സിലിണ്ടറിക്കൽ ഹോൾ ഉണ്ടാക്കുകയാണ്. എ സിലിണ്ടറിക്കൽ ഹോൾ ഓഫ് എ ഡെഫിനിറ്റ് ഡയമീറ്റർ. ഇങ്ങനെ ഉണ്ടാക്കുകയല്ല, അതിന് പർട്ടിക്കുലർ ഡയമീറ്റർ, ഡെഫിനിറ്റ് ഡയമീറ്റർ. ഓക്കെ, യൂസിങ് എന്ത് യൂസ് ചെയ്തിട്ടാണ്? യൂസിങ് എ മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂൾ. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ആ കട്ടിംഗ് ടൂളിനെയാണ് എന്ത് നമ്മൾ പറയുന്നത്? കട്ടിംഗ് ടൂളിനെയാണ് ഡ്രിൽ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, കട്ടിംഗ് ടൂളിനെയാണ് എന്ത് പറയുന്നത്? ഡ്രില്ല് എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ ആണോ? ഈ കട്ടിംഗ് ടൂളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡ്രില്ല് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് ഒരു ഡ്രില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡ്രില്ലിംഗ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഈ പടത്തിൽ കാണിച്ചിരിക്കുന്ന സാധനമാണ് രണ്ട് തരത്തിലുള്ള നമ്മുടെ ഡ്രിൽ ബിറ്റ്സ് അല്ലെങ്കിൽ ഡ്രില്ലുകൾ. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഇനി ഈ ഡ്രില്ല് എന്തിനെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഡ്രില്ല് ഉണ്ടാക്കിയിരിക്കുന്നത് ഹൈ സ്പീഡ് സ്റ്റീലിനെ കൊണ്ടാണ്. ഓക്കെ, ഡ്രില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡ്രില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂൾ യൂസ്ഡ് ഫോർ ഡ്രില്ലിംഗ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു. ഇപ്പം എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഡ്രില്ല് ഉണ്ടാക്കിയിരിക്കുന്നത് ഹൈ സ്പീഡ് സ്റ്റീലിനെ കൊണ്ടാണ്. HSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹൈ സ്പീഡ് സ്റ്റീലിനെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഈ ഡ്രില്ലിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ITA ബുക്കിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഫോർ ഡ്രില്ലിംഗ് ദ ഡ്രിൽ ഈസ് റൊട്ടേറ്റഡ് ഇൻ ദി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വിത്ത് ഡൗൺവേർഡ് പ്രഷർ. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഈ ഡ്രില്ല് അല്ലെങ്കിൽ ഡ്രിൽ ബിറ്റിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫോർ ഡ്രില്ലിംഗ് എന്താണ്? ദി ഡ്രിൽ ഈസ് റൊട്ടേറ്റഡ് in the clockwise direction with a downward pressure. അപ്പോ നമ്മുടെ ഡ്രിൽ ബിറ്റ് അല്ലെങ്കിൽ ഡ്രിൽ ബിറ്റിനെയാണ് സാധാരണഗതിയിൽ നമ്മൾ ഡ്രില്ല് എന്ന് പറയുന്നത്. ഓക്കെ, എങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് അത് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇതൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യാം. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ എടുത്ത് പറഞ്ഞുകൊണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുക. അതിന്റെ കൂടെ എന്താണ്? ഡൗൺവേർഡ് ഡയറക്ഷനിൽ ഒരു പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ വർക്കിന്റെ മുകളിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഹോള് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ ഒന്ന് നോക്കിക്കേ, ഇവിടെ നമ്മുടെ ഡ്രിൽ ബിറ്റ് നോക്കിയേ,
ഇതിനെ ഷാങ്ക് എന്ന് പറഞ്ഞു അല്ലെ, അതിന് സ്ട്രെയിറ്റ് ഷാങ്ക് എന്ന് പറയുന്ന ഒരു പാർട്ടാണ് ഈ ഷാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ പാർട്ടിനെ തന്നെയാണ് ഷാങ്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതാണ് ആ ഡ്രിൽ ബിറ്റിന്റെ ബോഡി എന്ന് പറയുന്നവൻ. പിന്നെ ലാൻഡ്, ഫ്ലൂട്ട് ഒക്കെ ഉണ്ട്, എന്താ ഇതൊക്കെ പഠിക്കാം. ഇവിടെയും സെയിം സാധനങ്ങൾ തന്നെയാണ്, ലാൻഡ്, ഫ്ലൂട്ട്, മാർജിൻ ഒക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ ഇവനാണ് എന്ത് ഷാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവനാണ് ഷാങ്ക് എന്ന് പറയുന്നത്. ഇവിടെ അത് സ്ട്രെയിറ്റ് ഷാങ്ക് ആണ്, ഇവിടെയോ അത് ടാപ്പേർഡ് ഷാങ്ക് ആണ്. അപ്പം ഈ ഡ്രിൽ ബിറ്റ് എന്ന് പറയുന്നത് നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് സ്ട്രെയിറ്റ് ഷാങ്ക് അല്ലെങ്കിൽ പാരലൽ ഷാങ്ക് എന്നും, രണ്ടാമത്തവനെ ടാപ്പേർഡ് ഷാങ്ക് എന്നും എനിക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ എന്താണ് സ്മോളർ വർക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഈ പറയുന്ന സ്മോളർ ഡയമീറ്റർ ഡ്രില്ലിനാണ്, അതായത് ഒരു എന്താണ് 13 mm സൈസ് വരെയുള്ള ഡ്രില്ലിനാണ് ഈ സ്ട്രെയിറ്റ് ഷാങ്ക് അല്ലെങ്കിൽ പാരലൽ ഷാങ്ക് ഉണ്ടാവുക. ഇവനോ ഈ പറയുന്ന ടേപ്പേർഡ് ഷാങ്ക് എന്ന് പറയുന്നവൻ എന്താണ് ഒരു ലാർജർ ഡയമീറ്റർ 100 mm വർക്ക് വരെയൊക്കെ ഏതാണ് ഉണ്ടാവുക, ഡയമീറ്റർ ഉള്ള വർക്കല്ല, ഈ പറയുന്ന ഡയമീറ്റർ ഉള്ള ഈ ഡ്രിൽ ബിറ്റിനൊക്കെ ആയിരിക്കും എന്തുണ്ടാവുക, ഈ ടേപ്പേർഡ് ഷാങ്ക് ഉണ്ടാവുക. അപ്പോൾ ഒരു 13 mm ഡയമീറ്റർ വരെയുള്ള ഡ്രിൽ ബിറ്റിനാണ് പാരലൽ ഷാങ്ക് ഉണ്ടാവുക. അതിന് മുകളിൽ 100 mm വരെയൊക്കെയുള്ള ഡ്രിൽ ബിറ്റിനാണ് ഏതുണ്ടാവുന്നത്, ഈ ടാപ്പേർഡ് ഷാങ്ക് ഉണ്ടാവുന്നത്. ആ കാര്യം നമ്മൾ ഒന്നുകൂടെ പറയും, ഈ പടത്തിൽ അങ്ങനെ കാണിച്ചുകൊണ്ട് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. ആ പാർട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കാം, നമുക്ക് പഠിക്കാനുള്ള പാർട്ടുകളാണിത്. അപ്പം ഇത് പോയിന്റിന്റെ പാർട്ടാണ്, അല്ലെങ്കിൽ ഇതാണ് ആ പോയിന്റ് എന്ന് പറയുന്ന സാധനം. ഓക്കെ, അതിന്റെ പാർട്ടുകളാണ് ഈ ലിപ്പ്, ഡെഡ് സെന്റർ, ഹീല്, ഫ്ലൂട്ട് എന്ന് പറയുന്നത്. ഇവിടെ പൊങ്ങിക്കിടക്കുന്ന ഒരു സ്ട്രിപ്പ് പോലുള്ളവർ, ഇവരെയാണ് മാർജിൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ കുഴി പോലുള്ളവൻ, ഓക്കെ, ഈ കുഴി പോലുള്ളവനെയാണെന്ന് പറയുന്നത്, ഈ കുഴി പോലുള്ളവനെയാണ് ഫ്ലൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഈ ലാൻഡ് അല്ലെങ്കിൽ മാർജിന്റെ സൈഡിൽ കാണുന്ന ഈ ബോഡി പാർട്ടിനെയാണെന്ന് പറയുന്നത് ബോഡി ക്ലിയറൻസ് എന്ന് പറയുന്നത്. അപ്പൊ അത്രയും പാർട്ടുകളെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ? യെസ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആ ബോഡി പാർട്ടിനെ കുറിച്ചിട്ട് പഠിക്കാം. അപ്പൊ പാർട്സ് ആൻഡ് ഫംഗ്ഷൻ ആണ് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ ആദ്യം പഠിക്കാനുള്ളത് പോയിന്റ് എന്ന് പറയുന്ന പാർട്ടാണ്. പിന്നെ പഠിക്കാനുള്ളത് ലിപ്പാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ കണ്ടു കഴിഞ്ഞു, പേരുകൾ ഒന്നുകൂടെ പറയുന്നേ ഉള്ളൂ. പിന്നെ പഠിക്കാനുള്ളത് ഷാങ്ക് ആണ്, പിന്നെ ടാങ്ക് ആണ്, ബോഡിയാണ്, ഫ്ലൂട്ട് ആണ്, പിന്നെ ലാൻഡ് ആൻഡ് മാർജിൻ ആണ്, ബോഡി ക്ലിയറൻസ് ആണ്, വെബ് ആണ്. ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഈ പടത്തിൽ ഞാൻ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ആദ്യം പറഞ്ഞ പോയിന്റ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, ആദ്യം പറഞ്ഞ എന്താണ്, പോയിന്റ് എന്നാണ്. ഈ ഭാഗം മുഴുവനായിട്ടാണ് പോയിന്റിൽ വരുന്നത്. അതായത് ഇവിടെ ഈ ഒരു ഏരിയയാണ് നമ്മൾ പോയിന്റ് ആയിട്ട് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അതാണ് പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ ഇതിനെ കുറിച്ചിട്ടാണ്, പോയിന്റിന്റെ ഭാഗമായിട്ടുള്ള ലിപ്പിനെ കുറിച്ചിട്ട്. കണ്ടല്ലേ, ഇത് ഈ സാധനത്തിന് ഈ കട്ടിങ്, ഇതാണ് കട്ടിങ് എഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സാധനത്തിനെയാണ്, ഈ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻ കാണുന്നുണ്ടല്ലോ ഇവിടെ, ഇതിനെയാണ് ലിപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇനി ഇതേ ലിപ്പിന് സൈഡിലായിട്ട് കുഴി പോലെ സാധനം കണ്ടോ, കുഴി പോലുള്ള സാധനം കണ്ടില്ലേ, ഇതിനെയാണ് എന്ത് പറയുന്നത്, ഇതിനെയാണ് എന്ത് പറയുന്നത്, ഈ കുഴിയാണ് ഫ്ലൂട്ട് എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി ഈ പറയുന്ന നേരെയുള്ള വര കണ്ടോ, ഓക്കെ, ഇതിനെയാണ് ഡെഡ് സെന്റർ എന്ന് പറയുന്നത്. എന്താ പറയുന്നതിനെ, ഡെഡ് സെന്റർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? പിന്നെ നമുക്ക് എന്തുണ്ട്, പിന്നെയുള്ളത് നമുക്ക് ഈ പോയിന്റിനെയാണ് എന്ത് പറയുന്നത്, നമ്മൾ ഹീല് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഈ ഹീല് എന്ന് പറയുന്നത്, അതായത് ഇത് ഈ ഇവിടെ മാത്രമല്ല ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, ടെക്സ്റ്റ് ബുക്കിൽ ഈ പോയിന്റിന്റെ പാർട്ടായിട്ടാണ് ഏതിനെ പറഞ്ഞിരിക്കുന്നത്, ഹീലിനെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? അപ്പൊ അതുകൊണ്ട് മാത്രമാണ് അവിടെ എടുത്ത് കാണിച്ചിരിക്കുന്നത്, ഇത് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നവനാണ്. ഓക്കെ, ഓക്കെ, ഇവനാണ് എന്ത്, ഹീല് എന്ന് പറയുന്നത്. അതായത് എന്റെ ഫ്ലൂട്ട്, ഇത് കുഴിഞ്ഞിരിക്കുന്ന ഇവനാണ് ഫ്ലൂട്ട്. അതും ഈ പറയുന്നത് ബോഡി ക്ലിയറൻസ് ആണ്. ഓക്കെ, എന്താണ് ബോഡി ക്ലിയറൻസ് എന്ന് പറയുമ്പോൾ, ബോഡി ക്ലിയറൻസ് ആണ്. ഫ്ലൂട്ടും ഈ ഫ്ലൂട്ടും ബോഡി ക്ലിയറൻസും മുട്ടുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹീല് എന്ന് പറയുന്നത്. അതേപോലെ ഇത് ഇവിടെയുണ്ട് ഒരു ഹീല്. ഓക്കെ, അപ്പൊ ഇത് മൊത്തത്തിൽ എന്താണ്, ഹീല് എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഫ്ലൂട്ടും ബോഡി ക്ലിയറൻസും മുട്ടുന്ന സ്ഥലത്തിനാണ് ഹീല് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ബോഡി ക്ലിയറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഓക്കെ, അതിന് മുമ്പ് ലാൻഡ് പറയാം. ഈ പറയുന്ന ഈ സ്ട്രിപ്പ് ബോൾ, ഈ സാധനമില്ലേ മുകളിൽ ഇങ്ങനെ കാണുന്ന സ്ട്രിപ്പ് ബോൾ ഉള്ളത്, അതിനെയാണ് എന്താ പറയുന്നത്, ലാൻഡ് അല്ലെങ്കിൽ മാർജിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന് സൈഡിലായിട്ടിരിക്കുന്ന ആ ബോഡിയുടെ പാർട്ട്, സോൾഡ് ആയിട്ടിരിക്കുന്ന ബോഡിയുടെ കൂടെ ഇത് ഫ്ലൂട്ട് അല്ലാത്ത പാർട്ട്, അതിനെയാണ് എന്താ പറയുന്നത്, ബോഡി ക്ലിയറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ആ പാർട്ടുകൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതിനെ കുറിച്ചിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ എന്താണ് പാർട്ടുകൾ, ഏതൊക്കെയാണ് പാർട്ടുകള്,
പോയിന്റ് ഉണ്ട്, ലിപ്പ് ഉണ്ട്, ഷാങ്ക് ഉണ്ട്, ടാങ്ക് ഉണ്ട്, ബോഡി ഉണ്ട്, ഫ്ലൂട്ട് ഉണ്ട്, ലാൻഡ് ആൻഡ് മാർജിൻ ഉണ്ട്, ബോഡി ക്ലിയറൻസ് ഉണ്ട്, പിന്നെ വെബ് ഉണ്ട്. ഓക്കെ, നമ്മൾ അതിൽ ആ ടാങ്ക് കാണിച്ചു തരാമെന്ന് വിട്ടേ. ടാങ്ക് ഉണ്ടാവുക നമ്മുടെ ഏതിനാണ്? ടേപ്പേർഡ് ഷാങ്കിനാണ് ടാങ്ക് ഉണ്ടാവുക. ഓക്കെ, ടാങ്ക് നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടല്ലോ, നമ്മുടെ ടാങ്ക് കാണാലോ. ഇതാണ് ടാങ്ക് എന്ന് പറയുന്നത്. നമ്മുടെ മെഷീന്റെ ഉള്ളിലേക്ക് പോകുന്ന പാർട്ട് ടേപ്പേർഡ് ഷാങ്കിനാണ് അവൻ ഉണ്ടാവുന്നത്. ഓക്കെ, മെഷീന്റെ സ്പിൻഡിലിന്റെ ഉള്ളിലേക്ക് പോകുന്നവനാണ് ഈ ടാങ്ക് എന്ന് പറയുന്നത്. അപ്പം ടേപ്പേർഡ് ഷാങ്കിന് മാത്രമാണ് ഉണ്ടാവുന്നത് ടാങ്ക് ഉണ്ടാവുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ആ പാർട്ടുകൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് പഠിച്ചേക്കാം. ഓക്കെ, ഈ പാർട്ടുകൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് പഠിച്ചേക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. ആദ്യം പോയിന്റ് എന്ന് പറയുന്നു. ഓക്കെ, എന്താണ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോൺ ഷേപ്ഡ് എൻഡ് വിച്ച് ഡസ് ദി കട്ടിങ്. ഓക്കെ, അപ്പൊ കോൺ ഷേപ്ഡ് എൻഡ് ആണ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താണ് കോൺ ഷേപ്ഡ് എൻഡ്? കോൺ ഷേപ്ഡ് എൻഡ് വിച്ച് ഡസ് ദി കട്ടിങ്. കട്ടിങ് ചെയ്യുന്ന ആ കോൺ ഷേപ്ഡ് ഭാഗമാണ് നമ്മുടെ ടൂളിന്റെ ആ കോൺ ഷേപ്ഡ് ഭാഗമാണ്. ഇതാണ് ഈ കോൺ ഷേപ്ഡ് ഭാഗം എന്ന് പറയുന്നത്. ഇവനെയാണ് എന്ത് പറയുന്നത്? പോയിന്റ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇവനെയാണ് എന്ത് പറയുന്നത്? പോയിന്റ് എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതാണ് നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നവൻ. അപ്പൊ ഇതിന്റെ പാർട്ടുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവന് കൺസിസ്റ്റ് ഓഫ് ഡെഡ് സെന്റർ അല്ലെങ്കിൽ വെബ് എന്ന് എനിക്ക് അവനെ പറയാം. ഓക്കെ, എന്താണ് ഡെഡ് സെന്റർ? പക്ഷെ നമ്മുടെ ബുക്കിൽ ഡെഡ് സെന്ററിനെ ഏതിന്റെ ഭാഗമായിട്ടാണ്, ഡെഡ് സെന്ററിനല്ല, വെബിനെ ബോഡിയുടെ ഭാഗമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഡെഡ് സെന്റർ, ലിപ്പ്, പിന്നെയോ ഹീല്, പിന്നെയോ അതായത് ഫ്ലൂട്ടും ബോഡി ക്ലിയറൻസും മുട്ടുന്ന സ്ഥലം, അതാണ് ഹീല് എന്ന് പറയുന്നത്. പിന്നെയോ ഫേസ്, പിന്നെയോ ഫ്ലാങ്ക്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇവന്റെ ഭാഗം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അതിന്റെ ഏതിന്റെ ഭാഗമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോയിന്റ് എന്ന് പറയണം. അപ്പൊ ഈ ഹീലാണ് അതിന് ശ്രദ്ധിക്കാനുള്ളത്. ഹീല് പോയിന്റിന്റെ ഭാഗമല്ല, മൊത്തത്തിൽ വരുന്ന ഒരാളാണ് ഹീല് എന്ന് പറയുന്നത്. ത്രൂ ഔട്ട് ദി ബോഡിയിലുള്ളവരാണ് ഈ ഹീല് എന്ന് പറയുന്നവർ. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ അടുത്ത് നമുക്ക് ലിപ്പിനെ പരിചയപ്പെടാം. ഓക്കെ, ലിപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഏതാ പറഞ്ഞത്? കട്ട് ചെയ്യുന്നത് ആരാന്ന് പറഞ്ഞു? പോയിന്റ് ആണ് എന്ന് പറഞ്ഞു. എന്നാൽ ശരിക്കുമുള്ള കട്ടിംഗ് എഡ്ജ് ആരാന്നുള്ളതാണ് PSC ചോദ്യമെങ്കിൽ ഉത്തരം ലിപ്പാണ് എന്ന് പറയണം. അപ്പം കോൺ ഷേപ്ഡ് എൻഡ് വിച്ച് ഡസ് ദ കട്ടിംഗ് എന്നാണ് നമ്മൾ പോയിന്റിനെ കുറിച്ച് പഠിച്ചത്. പക്ഷേ ശരിക്കുമുള്ള കട്ടിംഗ് എഡ്ജ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനാണ് എന്ത്? ലിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ലിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ലിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദി കട്ടിംഗ് എഡ്ജ് ആണ്. ഓക്കെ, എങ്ങനെ ഫോം ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർസെക്ഷൻ ഓഫ് ഫേസ് ആൻഡ് ഫ്ലാങ്ക്. ഓക്കെ, ഫേസും ഫ്ലാങ്കും ഇന്റർസെക്ട് ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്? ഈ പറയുന്ന ലിപ്പ് ഉണ്ടാവുന്നത്. ഓക്കെ, ഫോംഡ് ബൈ intersection of face and flank. തൽക്കാലത്തേക്ക് ഇങ്ങനെ ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഇത്ര മാത്രമേ ഉള്ളൂ, കട്ടിംഗ് എഡ്ജ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതാണ് ചോദിക്കാനുള്ള സാധ്യത കൂടുതൽ. ഇത് 2015 എക്സാമിൽ ചോദിച്ചതുമാണ്. ഓക്കെ, കട്ടിംഗ് എഡ്ജ് എന്താണെന്നുള്ളത് 2015 എക്സാമിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഏതാണ്? ലിപ്പാണ് കട്ടിംഗ് എഡ്ജ് വിച്ച് ഡസ് ദി ആക്ച്വൽ കട്ടിംഗ്. ഓക്കെ, അപ്പോൾ ചോദ്യം ഇങ്ങനെ ഏതുണ്ടായിരുന്നത്? ദി കട്ടിംഗ് എഡ്ജ് വിച്ച് ഡസ് ദി ആക്ച്വൽ കട്ടിംഗ് ഇൻ എ ഡ്രിൽ ബിറ്റ് ഈസ്. അതാണത്, ലിപ്പാണ് ഉത്തരം. ഓക്കെ, ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ അടുത്തത് എന്താണ്? ഷാങ്ക് ആണ്. ഷാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവിംഗ് എൻഡ് ഓഫ് ദി ഡ്രില്ലാണ്. എന്താണ് ഷാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഡ്രൈവിംഗ് എൻഡ് ഓഫ് ദി ഡ്രില്ലാണ്. ഷാങ്ക്, ഡ്രൈവിംഗ് എൻഡ് ഓഫ് ദി ഡ്രിൽ. ഇവിടെ ചെറിയ കൺഫ്യൂഷൻ ആക്കുന്ന ഒരു കാര്യമാണ് അടുത്ത ഞാൻ പറയാൻ പോകുന്നത്. ഫിറ്റഡ് ഓൺ ടു ദി മെഷീൻ. ഓക്കെ, പക്ഷെ ഓപ്ഷനിൽ ടാങ്ക് ഉണ്ട് എങ്കിൽ ടാങ്കിലേക്കാണ് നിങ്ങൾ പോകേണ്ടത്. കാരണം ആക്ച്വലി അതാണ് അതിന്റെ ഉള്ളിലേക്ക് കയറി പോകുന്നത്. അപ്പൊ ഉള്ളിലേക്ക് കയറി പോകുന്നത് ഫിറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ അല്ലെ. വിച്ച് എൻ്റർ ഇൻസൈഡ് ദി മെഷീൻ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മെഷീൻ സ്ലോട്ടിലേക്ക് ഫിറ്റ് ചെയ്യുന്ന സാധനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ടാങ്ക് എന്നാണ് പറയേണ്ടത്. ഓക്കെ, ഈ ടാങ്കിന്റെ ഭാഗമാണ് നമ്മുടെ മെഷീന്റെ ഉള്ളിലേക്ക് പോകുന്നതെങ്കിലും
ടാങ്ക് അവിടെ ഓപ്ഷൻ ആയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ടാങ്ക് ആണ് എഴുതേണ്ടത്. ക്ലിയർ ആണല്ലോ അത്? ഈ ഒരു പോയിന്റ് കൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കരുത്. 2 ടൈപ്പ് ആണുള്ളത്, നമ്മൾ നേരത്തെ കണ്ടു. 2 ടൈപ്പ്. എന്തൊക്കെയാണ് 2 ടൈപ്പ്? 2 ടൈപ്പ് നമുക്കുണ്ട് എന്ന് പറഞ്ഞു. ഏതൊക്കെയാണത്? പാരലൽ ഷാങ്കും ടേപ്പേർഡ് ഷാങ്കും. പാരലൽ ഷാങ്ക് ഉണ്ട്, പിന്നെയോ ടേപ്പേർഡ് ഷാങ്ക് ഉണ്ട്. പാരലൽ ഷാങ്ക് ഉണ്ട്, നമുക്ക് ടേപ്പേർഡ് ഷാങ്ക് ഉണ്ട്. പാരലൽ ഷാങ്ക് എത്ര ഡയമീറ്റർ വരെ ഉപയോഗിക്കാം? സ്മോൾ ഡയമീറ്ററിനാണ് ഇവനെ ഉപയോഗിക്കുന്നത്. ഏത്? പാരലലിനെ സ്മോൾ ഡയമീറ്റർ. സ്മോൾ ഡയമീറ്റർ ഏതിന്? ഡ്രിൽസിനാണ് പാരലൽ ഷാങ്ക് ഉണ്ടാവുക. സ്മോൾ ഡയ ഡ്രിൽസിനാണ്. അതായത് ഒരു 13 mm ലെസ് ദാൻ 13 mm ഡയ വരുന്ന 13 mm ഡയ വരുന്ന ഡ്രിൽസിനാണ് ഏതുണ്ടാവുക? പാരലൽ ഷാങ്ക് ഉണ്ടാവുക. ഓക്കെ, ഇതോ ഒരു 100 mm ഡയ വരെയുള്ള ഡ്രിൽസിനൊക്കെ നമുക്ക് കാണുന്ന ഏതാണ്? ടേപ്പേർഡ് ഡ്രില്ലാണ് നമ്മൾ കാണുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ ഇത്? അപ്പൊ അടുത്തത് നമുക്ക് ഏതിലേക്ക് പോവാം? അടുത്തത് ടാങ്കിലേക്ക് പോവാം. ഓക്കെ, അപ്പം ഇതിന്റെ എന്താണ് എഴുതേണ്ടത്? ഇത് ഏതിലാണ് കാണുന്നതെന്ന് ആദ്യം എഴുതണം. ഏതിലാണ് കാണുന്നത്? ഇത് ടേപ്പേർഡ് ഷാങ്കിൽ മാത്രമേ, ടേപ്പേർഡ് ഷാങ്ക് ഡ്രില്ലിൽ മാത്രമേ നമുക്ക് ഇതിനെ കാണാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ പാർട്ട് ഓഫ് ടേപ്പേർഡ് ഷാങ്ക് ഡ്രിൽ. ഇപ്പൊ എന്താണ്? പാർട്ട് ഓഫ് ടേപ്പേർഡ് ഷാങ്ക് ഡ്രിൽ. ടേപ്പേർഡ് ഷാങ്ക് ഡ്രിൽ. അപ്പൊ ടേപ്പേർഡ് ഷാങ്ക് ഡ്രില്ലിന്റെ പാർട്ടാണ്. ഓക്കെ, ഇതെന്താ ചെയ്യുന്നത്? ഫിറ്റ് ഇൻ ടു ദി ഇങ്ങനെയാണ് ചോദ്യം വരുന്നത് എങ്കിൽ ശ്രദ്ധിക്കുക. ഇൻ ടു ദി സ്ലോട്ട് ഓഫ് ഡ്രില്ലിംഗ് മെഷീൻ സ്പിൻഡിൽ. സ്ലോട്ട് ഓഫ് ഡ്രില്ലിംഗ് മെഷീൻ സ്പിൻഡിൽ. അപ്പൊ ഡ്രില്ലിംഗ് മെഷീൻ സ്പിൻഡിന്റെ സ്ലോട്ടിലേക്ക് ഫിറ്റ് ചെയ്യുന്നവൻ ആരാണ്? അല്ലെങ്കിൽ ഡ്രില്ലിംഗ് മെഷീനിലേക്ക് ഫിറ്റ് ചെയ്യുന്നവനാണ് ആരാണ്? ഓപ്ഷനിൽ ടാങ്ക് ഉണ്ട് എങ്കിൽ ടാങ്ക് ആണ് നിങ്ങൾ എഴുതേണ്ടത്, ഷാങ്ക് എഴുതരുത് കേട്ടോ. ഷാങ്കും ടാങ്കും ഓപ്ഷനിൽ ഉണ്ട് എങ്കിൽ നിങ്ങൾ ഇതിലേക്ക് പോകണം, ടാങ്കിലേക്ക് പോകണം. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഡ്രിഫ്റ്റ് സ്ലോട്ടിലേക്കാണ് ഇവൻ പോകുന്നത്. അപ്പൊ സ്പിൻഡിന്റെ ഉള്ളിലുള്ള ഡ്രിഫ്റ്റ് സ്ലോട്ടിലേക്ക് അല്ലെങ്കിൽ ഡ്രിൽ ഹോൾഡറിന്റെ ഏതിനാണ്? ഡ്രിഫ്റ്റ് സ്ലോട്ടിലേക്കാണ് ടാങ്ക് എന്ന് പറയുന്നവൻ പോകുന്നത്. പക്ഷെ നമ്മുടെ ഏതിൽ ITI ബുക്കിൽ ഇങ്ങനെ തന്നെ എഴുത്ത് കൊടുത്തുകൊണ്ട് നമ്മൾ ഇത് എഴുതിയേക്കണം. നമുക്ക് ഒരു മാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് എഴുതണം. ഓക്കെ, കാര്യം അറിയാന്നുള്ളതല്ല. കാര്യം അറിയാന്നുള്ളതാണെങ്കിൽ എന്താണ്? ഫിറ്റ് ഇൻ ടു ദി ഡ്രിൽ സ്ലോട്ട് ഏതിലുള്ള? സ്പിൻഡിൽ സോക്കറ്റിലുള്ളത് അല്ലെങ്കിൽ ഡ്രിൽ ഹോൾഡറിലുള്ളത്. അപ്പൊ ആ ഡ്രിഫ്റ്റ് സ്ലോട്ടിലാണ് സാധാരണഗതിയിൽ ഇവൻ എന്താണ്? ഡ്രിഫ്റ്റ് സ്ലോട്ട്, അതൊന്ന് എഴുതി വെച്ചേക്കും. ഡ്രിഫ്റ്റ് സ്ലോട്ടിലേക്കാണ് ഇവൻ പോകുന്നത്. ആ ടാങ്ക് ശരിക്കും പോകുന്നത്. ഓക്കെ, പക്ഷെ നമ്മുടെ ബുക്കിൽ ITI ബുക്കിൽ ഇങ്ങനെ എടുത്ത് പറഞ്ഞിരിക്കുന്നുണ്ട്, ഫിറ്റ് ഇൻ ടു ദി സ്ലോട്ട് ഓഫ് ദി ഡ്രില്ലിംഗ് മെഷീൻ സ്പിൻഡിൽ എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ തന്നെ എഴുതി വെച്ചേക്കുക. അങ്ങനെ തന്നെ ചോദ്യം വരും. അപ്പൊ ടാങ്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾ ഷാങ്കിലേക്ക് പോകരുത്, ടാങ്കിലേക്ക് തന്നെ പോവുക. ക്ലിയർ ആണോ? ഇനി ബോഡി എന്ന് പറയുന്നത്. ഓക്കെ, ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ടാങ്ക് കണ്ടു. ഓക്കെ, നമുക്ക് എന്തുണ്ടായിരുന്നു? 2 തരത്തിലുള്ള ടാങ്ക് ഉണ്ടായിരുന്നു. ഒന്ന് എന്താണ്? പാരലൽ ടാങ്ക്. ഇത് പാരലാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് വരുന്നുണ്ട്? നമ്മുടെ ആ പറയുന്ന ഒരു ടേൺ പോലുള്ള സാധനം വരുന്നുണ്ട് അല്ലെ? റഫായിട്ടൊരു ഫിഗർ വരച്ചേക്കാം. ടേൺ പോലുള്ള സാധനം ഇങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ പോയിന്റ് വരുന്നുണ്ട് അല്ലെ? അതായിട്ട് നമ്മുടെ പോയിന്റ് വരുന്നുണ്ട്. ഇനി ഇവിടെയോ ടേപ്പേർഡ് ഷാങ്ക് ഉള്ളവർ. ടേപ്പേർഡ് ഷാങ്ക് ഉള്ളവർ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു റിസസ്ഡ് പോർഷൻ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. ഓക്കെ, റിസസ്ഡ് പോർഷൻ ടേപ്പേർഡ് ഷാങ്ക് ഉള്ളവർ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ഒരു റിസസ്ഡ് പോർഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിനുശേഷമാണ് ഏത് വരുന്നത്? ഈ പറയുന്ന ട്വിസ്റ്റ് വരുന്നത്. ട്വിസ്റ്റ് ഡ്രിൽ എന്നാണ് കേട്ടോ പറയുന്നത്. അതിനുശേഷമാണ് ഈ ട്വിസ്റ്റ് വരുന്നത്. ഓക്കെ, അതിനുശേഷമാണ് ഈ ട്വിസ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിന് ട്വിസ്റ്റ് ഡ്രില്ല് എന്നാണ് പറയുക. ഓക്കെ, അപ്പൊ കുഴിയുള്ള ഭാഗത്തിന് ഫ്ലൂട്ട് എന്ന് പറഞ്ഞു. ഇതിനെ എന്ത് പറഞ്ഞു? ഇതിനെ ഷാങ്ക് എന്ന് പറഞ്ഞു. ഇതിനാണ് ഷാങ്ക് എന്ന് പറഞ്ഞത്. ഇവിടെ ഇത് തന്നെയാണ് എന്ത്? ഷാങ്ക് എന്ന് പറയുന്നവർ. ഇവന് നെക്ക് എന്ന് പറയും. ഈ കുഴികളോ ടേപ്പേർഡ് ഷാങ്കിൽ എനിക്ക് കാണാൻ പറ്റുന്ന ഒരു നെക്ക് എന്ന് പറഞ്ഞൊരു പാർട്ടിനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതാണ് പോയിന്റ് എന്ന് പറയുന്നത് അല്ലെ? ഇതാണ് എന്റെ പോയിന്റ് എന്ന് പറയുന്ന ഭാഗം എന്ന് പറയുന്നത്. ഇതാണ് പോയിന്റ് എന്ന് പറയുന്ന ഭാഗം. അപ്പോ പോയിന്റ് മുതൽ നെക്ക് വരെയുള്ള ഈ ഭാഗത്തിനെ, നമ്മൾ എന്ത് പറയുന്നത്? ബോഡി എന്ന് പറയുന്നത്. ബോഡി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നെക്കില്ല എങ്കിൽ ഈ പറയുന്ന ഷാങ്കിന്റെ തുടക്കം മുതൽ പോയിന്റ് വരെയുള്ള ഈ ഭാഗത്തിനെയാണ് എന്ത് പറയുന്നത്? ബോഡി എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ ഭാഗത്തുള്ള എല്ലാം എന്താണ്? ബോഡിയാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അപ്പൊ എന്താണ് ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് പോർഷൻ ഓഫ് ദി ഡ്രില്ല് വിച്ച് എക്സ്റ്റെൻഡ് ഫ്രം ദി പോയിന്റ് ടു ദി കമൻസ്മെന്റ് ഓഫ് നെക്ക്. ഇഫ് നെക്ക് ഈസ് നോട്ട് പ്രസന്റ്, പോയിന്റ് ടു കമൻസ്മെന്റ് ഓഫ് ഷാങ്ക്. ക്ലിയർ ആണല്ലോ? അപ്പൊ എന്താണ് ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
that portion, ആ portion, that portion of the drill, of the drill, which extend from point to the commencement of neck, point to the commencement of neck. അപ്പൊ നെക്ക് വരെ, പോയിന്റ് മുതൽ നെക്ക് വരെയുള്ളത്. ഇനി നെക്ക് ഇല്ലെങ്കിലോ, ഇഫ് നോട്ട് നെക്ക് ഈസ് പ്രസന്റ്, ഇഫ് നെക്ക് ഈസ് നോട്ട് പ്രസന്റ്, നെക്ക് പ്രസന്റ് അല്ലെങ്കിൽ പോയിന്റ് ടു കമൻസ്മെന്റ് ഓഫ് ഷാങ്ക്, അപ്പോൾ നെക്ക് പ്രസന്റ് അല്ലെങ്കിൽ പോയിന്റ് ടു കമൻസ്മെന്റ് ഓഫ് ഷാങ്ക്. ഇനി ഇതിന്റെ പാർട്ടുകൾ ഏതാണെന്ന് ചോദിക്കാം. പാർട്ട്, ഈ ഷാങ്കിന്റെ പാർട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബുക്കിൽ പറയുന്ന കാര്യമാണ്. ആ ഫ്ലൂട്ട് എന്നുള്ള കാര്യം ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഫ്ലൂട്ട് എന്താണ് ഫ്ലൂട്ട് നമുക്ക് അടുത്ത് പറയാം. ആ കുഴി പോലുള്ള ഭാഗമാണ് ഫ്ലൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെയോ ലാൻഡ് അല്ലെങ്കിൽ മാർജിൻ, ലാൻഡ് ഓർ മാർജിൻ, പിന്നെയോ ബോഡി ക്ലിയറൻസ്, പിന്നെയോ വെബ്. ഇതെല്ലാം ഏതിന്റെ പാർട്ടാണ്? ബോഡിയുടെ പാർട്ടാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? അപ്പം ഫ്ലൂട്ട്, ലാൻഡ് മാർജിൻ, ബോഡി ക്ലിയറൻസ്, വെബ്, ഇതെല്ലാം ഏതിന്റെ പാർട്ടാണ്? നമ്മുടെ ബോഡിയുടെ പാർട്ടാണ്. അപ്പൊ അടുത്തത് ഫ്ലൂട്ടാണ്. എന്താണ് ഫ്ലൂട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫ്ലൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ബോഡിയുടെ പാർട്ടാണ് എന്ന് പറഞ്ഞു. ബോഡിയിൽ ഒരു ചെറിയ ഗ്രൂവ് പോലെയുണ്ട്, കുഴി പോലെ, ഗ്രൂവ് പോലെ, ഒരു ചാല് പോലെ, ഗ്രൂവ് പോലെ ഏതിലുണ്ടാവും? ആ ഡ്രില്ലിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ഡ്രിൽ ബിറ്റിൽ ഉണ്ടാവും. അവനെയാണ് എന്ത് പറയുന്നത്? ഫ്ലൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഫ്ലൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫ്ലൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂവ് ഇൻ ദി ബോഡി ഓഫ് ദി ഡ്രിൽ, ഗ്രൂവ് ഇൻ ദി ബോഡി ഓഫ് ദി ഡ്രിൽ, അപ്പോ ഡ്രില്ലിലുള്ള ഗ്രൂവിനെയാണ് എന്ത് പറയുന്നത്? നമ്മുടെ ഫ്ലൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ അത് ഈ ഫ്ലൂട്ട് ഈ ബോഡിയുടെ ഫുൾ ലെങ്ത്തിൽ ഉണ്ടാവും എന്നുള്ളതാണ്. റൺ ത്രൂ ഔട്ട് ദി ലെങ്ത് ഓഫ് ദി ഡ്രിൽ, റൺ ത്രൂ ഔട്ട് ദി ലെങ്ത് ഓഫ് ദി ഡ്രിൽ. ഇനി അടുത്ത പോയിന്റ് ആണ് ഓഫ് ദി ഡ്രിൽ. PS ഈ പ്രാവശ്യം ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്, സ്പൈറൽ ഫ്രൂട്ട്സ് ആർ മെഷീൻഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 27.5 ഡിഗ്രി. അപ്പൊ സ്പൈറൽ ഫ്രൂട്ട് മെഷീൻ ചെയ്യുന്ന ആംഗിൾ ഈ പ്രാവശ്യം ചോദിക്കാം. സ്പൈറൽ ഫ്ലൂട്ട്സ്, അത് കുറച്ചായി ചോദിച്ചിട്ട്. ഫ്ലൂട്ട്സ് ആർ മെഷീൻഡ്, സ്പൈറൽ ഫ്ലൂട്ട്സ് ആർ മെഷീൻഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് എത്രയാണ്? 27.5 ഡിഗ്രി. അപ്പൊ സ്പൈറൽ ഫ്ലൂട്ട് മെഷീൻ ചെയ്തിരിക്കുന്നത് എത്ര ആംഗിളിലാണ്? 27. സ്പൈറൽ ആയിട്ടാണ് അല്ലെ, ഇങ്ങനെ ചുരുങ്ങി ചുരുണ്ടായിട്ട് വരുന്നത്. സ്പൈറൽ ആയിട്ടാണ് ആ ഫ്ലൂട്ട് വരുന്നത്. ഓക്കെ, ഡ്രില്ല് നമ്മുടെ മനസ്സിലുണ്ട് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി ഇവിടുത്തെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ്, ഫ്ലൂട്ടിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഫ്ലൂട്ട് ഉണ്ടായത് കാരണമാണ് നമുക്ക് കട്ടിംഗ് എഡ്ജ് ഉള്ളത്. അതുള്ളത് കൊണ്ടാണ് ചിപ്പ് നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അതുള്ളത് കൊണ്ടാണ് കൂളന്റ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? കൊടുക്കാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, അല്ലെങ്കിൽ കട്ടിംഗ് ഫ്ലൂയിഡ് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നത്. ചിപ്പിനെ കേൾ ചെയ്യിക്കുന്നത് ഈ ഫ്ലൂട്ട് ഉണ്ടായത് കൊണ്ടാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് എഴുതിയേക്കാം. ടു ഫോം ദി കട്ടിംഗ് എഡ്ജ് ഓൺ ദി പോയിന്റ്, ടു ഫോം ദി കട്ടിംഗ് എഡ്ജ് ഓൺ ദി പോയിന്റ്. പോയിന്റിൽ കട്ടിംഗ് എഡ്ജ് ഉണ്ടാക്കുന്നത് ആര് കാരണമാണ്? ഫ്ലൂട്ട് ഉണ്ടായത് കൊണ്ടാണ്. ഓക്കെ, ടു കോസ് ദ ചിപ്പ് ടു കേൾ, ചിപ്പ് ഇങ്ങനെ ചുരുണ്ട് വരാൻ ഈ ഫ്ലൂട്ടാണ് കാരണം. ടു അലൗ ദി ചിപ്പ് ടു എസ്കേപ്പ്, ചിപ്പ് പുറത്തേക്ക് എസ്കേപ്പ് ചെയ്യാൻ, അവിടെ കൂടിക്കിടക്കാതെ, ഹോളിന്റെ ഉള്ളിൽ കൂടിക്കിടക്കാതെ. ടു അലൗ ദി ചിപ്പ് ടു എസ്കേപ്പ്. പിന്നെയോ ടു പെർമിറ്റ് ദി കട്ടിംഗ് ഫ്ലൂയിഡ് ടു റീച്ച് ദി കട്ടിംഗ് എഡ്ജ്, ടു പെർമിറ്റ്
permit the cutting fluid to reach the cutting edge, to reach the cutting edge, to reach the cutting edge. ഇപ്പൊ ഇതാണ് എന്ത് ഫംഗ്ഷൻ, ആരുടെ ഫ്ലൂട്ടിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? യെസ്. അടുത്ത ലാൻഡ് അല്ലെങ്കിൽ മാർജിൻ. നമ്മുടെ ബോഡി പാർട്ടിൽ ഇത് ഷാങ്ക് ആണെന്ന് വിചാരിക്കുക. ഇതാണ് ആ ബോഡി പാർട്ട് എന്ന് പറയുന്നത് അല്ലെ. ഇതാണ് എൻ്റെ ആ ബോഡി പാർട്ട് എന്ന് പറയുന്നത് വിചാരിക്കുക. ഇവിടെയാണ് ഈ സ്പൈറൽ ഫ്ലൂട്ട് ഉള്ളത് അല്ലെ. ഇവിടെയാണ് പറയുന്നത് ഈ സ്പൈറൽ ഫ്ലൂട്ട് ഉള്ളത്. അപ്പം ശ്രദ്ധിക്കുക, ഈ ബോഡിയുടെ ഈ ഭാഗത്ത് ഈ സ്പൈറൽ ഫ്ലൂട്ടിന് ചേർന്നിട്ട് എന്തുണ്ട്, ഇങ്ങനെ ഒരു സ്ട്രിപ്പ് പോലെ കാണാൻ വേണ്ടി, ഒരു തടിച്ചൊരു സ്ട്രിപ്പ് പോലെ നമുക്കിങ്ങനെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, തടിച്ചൊരു സ്ട്രിപ്പ് പോലെ നമുക്കിങ്ങനെ കാണാൻ വേണ്ടി പറ്റും. അതായത് ഇതിപ്പോ ഒരു ഫുൾ ബോഡി ആണ് എങ്കിൽ, ഓക്കെ, ഫുൾ ആയിട്ട് എന്ത് ചെയ്യണം, ഇവരിങ്ങനെ കേൾ ചെയ്തിരിക്കുകയാണ് എങ്കിൽ എന്താണ് സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ, ഫുള്ളായിട്ട് ഇവരിങ്ങനെ കേൾ ചെയ്ത് പോകുന്നവനാണ് എങ്കിൽ ഈ പറയുന്ന എല്ലാ ഭാഗവും, ഇതിപ്പം എന്താണ്, ഞാൻ ഇതിനെ ഗ്രൈൻഡ് ചെയ്യാതെ അല്ലെങ്കിൽ ഫുൾ ആയിട്ടുള്ള ഒരു സിലിണ്ടറിന്റെ ഭാഗമായിട്ടാണ്, പക്ഷെ കേളുള്ള സാധനമാണ്. ഓക്കെ, ഈ എല്ലാ ഭാഗവും ഏതിൽ മുട്ടുന്നുണ്ട്, എല്ലാ ഭാഗവും നമ്മുടെ ആ ഹോളിന് സർഫസിന് മുട്ടിയിട്ട് കൂടുതൽ ഫ്രിക്ഷൻ ഉണ്ടാവുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്രയും ഭാഗം ഒഴിച്ചു നിർത്തിയിട്ട് ബാക്കിയുള്ള എല്ലാ ഭാഗത്തിനെയും ഞാൻ എന്ത് ചെയ്യണം, കുറച്ചൊന്ന് എന്ത് ചെയ്യുന്നു, ഗ്രൈൻഡ് ചെയ്ത് കുറക്കുന്നു. അപ്പൊ ഗ്രൈൻഡ് ചെയ്ത് കുറച്ച് കഴിഞ്ഞാൽ ഇത്രയും ഭാഗം മാത്രം എന്തുണ്ട്, പൊങ്ങി നിൽക്കും അല്ലെ. ഇത്രയും ഭാഗം ഞാൻ ഗ്രൈൻഡ് ചെയ്ത് കുറച്ചിട്ടില്ല, അതുകൊണ്ട് ഇത്രയും ഭാഗം മാത്രം ഇവിടെ ഇങ്ങനെ പൊങ്ങിക്കിടക്കും അല്ലെ. അപ്പൊ ആ ബോഡിയുടെ ഇതിനെ ഈ പറയും പൊങ്ങിക്കിടക്കുന്ന ഈ ഭാഗത്തിനെ, അത് നമുക്ക് കണ്ടു കഴിഞ്ഞ സ്ട്രിപ്പ് ഇങ്ങനെ റൺ ചെയ്യുന്ന പോലെ തോന്നും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു സോളിഡ് പാർട്ടിൽ കൂടുതൽ ഭാഗവും ഞാൻ എന്ത് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്, ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ മെഷീൻ ചെയ്ത് റിമൂവ് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്, ടച്ച് ചെയ്യുന്നത് ഈ ചെറിയ ഭാഗം ആവാൻ വേണ്ടി. ഈ മുഴുവൻ ഭാഗവും ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഹോളിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രിക്ഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തോന്നുന്നത് ഒരു ഫുൾ എൻറ്റയർ ലെങ്ത്തിൽ റൺ ചെയ്യുന്ന ഒരു സ്ട്രിപ്പ് പോലെ നമുക്ക് ഇങ്ങനെ തോന്നും. ഓക്കെ, ഈ ഒരു സ്ട്രിപ്പ് പോലെ ആയിട്ടാണ് നമുക്ക് ഇങ്ങനെ തോന്നുന്നത്. ഓക്കെ, ഇവന് ഒരു സ്ട്രിപ്പ് ആയിട്ടാണ് തോന്നുന്നത്. ആ സ്ട്രിപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലാൻഡ് അല്ലെങ്കിൽ മാർജിൻ എന്ന് പറയുന്നത്. അതിന് താഴെയുള്ള ഈ മെഷീൻ ചെയ്ത് കളഞ്ഞിരിക്കുന്ന സർഫസിനെയാണ് നമ്മൾ ബോഡി ക്ലിയറൻസ് എന്ന് പറയുന്നത്. ബോഡി ക്ലിയറൻസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ബോഡി ക്ലിയറൻസ് എന്ന് പറയുന്നത്, ആ ഫ്രിക്ഷൻ കുറക്കാൻ വേണ്ടിയിട്ട്. എൻറ്റയർ സർഫസ് മുട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും ഏരിയ കോണ്ടാക്റ്റിൽ വരും, അത്രയും എന്തുണ്ടാവും, ഫ്രിക്ഷൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അത്രയും ഏരിയന്ന് ഹീറ്റ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അത് കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ബോഡി ക്ലിയറൻസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ബോഡി ക്ലിയറൻസ് ആക്കുമ്പോൾ ബാക്കി ഭാഗം ഇങ്ങനെ പൊങ്ങി വന്നതിനെയാണ് ഒരു സ്ട്രിപ്പ് പോലെ എനിക്ക് തോന്നുന്നത്, അവനാണ് എന്ത്, ലാൻഡ് അല്ലെങ്കിൽ മാർജിൻ എന്ന് പറയുന്നത്. നമുക്ക് അതൊന്ന് എഴുതിയേക്കാം. ഓക്കെ, ഇപ്പൊ എന്താണ് ലാൻഡ് അല്ലെങ്കിൽ മാർജിൻ? പോർഷൻ ലെഫ്റ്റ് ബിറ്റ്വീൻ ദി ഫ്ലൂട്ട്സ്, അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ ബുക്കിൽ പറയുന്ന കാര്യം നമുക്ക് എഴുതിയേക്കാം. ഓക്കെ, എന്താണ്, ഇറ്റ് ഈസ് എ നാരോ സ്ട്രിപ്പ് എക്സ്റ്റെൻഡിങ് ടു ദി എൻറ്റയർ ലെങ്ത് ഓഫ് ദി ഫ്ലൂട്ട്. നമ്മുടെ ബുക്ക് ITI ബുക്കിൽ പറയുന്ന കാര്യമാണ് ഈ പറയുന്നത്. നാരോ സ്ട്രിപ്പ് extending to the entire length of the flute. Extending to the entire length of the flute. Entire length of the flute. Okay. Diameter of the drill is measured across the land or margin. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡയമീറ്റർ ഓഫ് എന്താണ്, ഡ്രിൽ ഈസ് മെഷേർഡ് അക്രോസ് ദി ലാൻഡ് ഓർ മാർജിൻ. അപ്പൊ ലാൻഡ് അല്ലെങ്കിൽ മാർജിനിലാണ് എന്ത് ചെയ്യുന്നത് നമ്മള്, ലാൻഡ് ആൻഡ് മാർജിൻ അല്ല, ലാൻഡ് ഓർ മാർജിൻ രണ്ടും ഒരേ പേരാണ്, ലാൻഡ് ഓർ മാർജിൻ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡയമീറ്റർ മെഷർ ചെയ്യുന്നു. അപ്പൊ ലാൻഡിൽ അല്ലെങ്കിൽ മാർജിന്റെ അക്രോസ് ആണ് നമ്മൾ ഡയമീറ്റർ ഓഫ് ദി ഡ്രില്ല് മെഷർ ചെയ്യുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അടുത്തത് ബോഡി ക്ലിയറൻസ്. എന്താ ബോഡി ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ, ദി പോർഷൻ ഓഫ് ദി ബോഡി വിച്ച് ഈസ് റെഡ്യൂസ്ഡ് ഇൻ ഡയമീറ്റർ ടു കട്ട് ഡൗൺ ദി ഫ്രിക്ഷൻ. ഓക്കെ, അപ്പോൾ എന്താണ് ബോഡി ക്ലിയറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് പോർഷൻ ഓഫ് ബോഡി ആണ്. പോർഷൻ ഓഫ് ബോഡി എന്ത്, which is reduced in diameter
which is reduced in diameter, എന്തിനു വേണ്ടിയിട്ട് ടു കട്ട് ഡൗൺ എന്ത് കട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ദി ഫ്രിക്ഷൻ ആര് തമ്മിലുള്ള ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദി ഡ്രിൽ ആൻഡ് ദി ഹോൾ ബീങ് between the drill and the hole being drilled. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇതെന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഡയമീട്രൽ ക്ലിയറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രൊവൈഡ്സ് എന്താണ്? ഡയമീട്രൽ ക്ലിയറൻസ്. ഡയമീട്രൽ ക്ലിയറൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്താണ്? ബോഡി ക്ലിയറൻസ് ആണ് ഡയമീട്രൽ ക്ലിയറൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ. യെസ്. അപ്പൊ അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് വെബ് എന്താണെന്നുള്ളതാണ്. ഓക്കെ, വെബ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെറ്റൽ കോളം വിച്ച് സെപ്പറേറ്റ്സ് ദി ഫ്ലൂട്ട്, അതാണെന്ത് വെബ് എന്ന് പറയുന്നത്. അപ്പം വെബ് എന്ന് പറയുന്നതാണ് രണ്ട് ഫ്ലൂട്ടുകളെ സെപ്പറേറ്റ് ചെയ്യുന്ന മെറ്റൽ കോളം എന്ന് പറയുന്നത്. അപ്പം മെറ്റൽ കോളം വിച്ച് സെപ്പറേറ്റ്സ് ആരെയാണ്? ഫ്ലൂട്ടിനെ സെപ്പറേറ്റ് ചെയ്യുന്ന മെറ്റൽ കോളം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ഉത്തരം? വെബ് എന്നാണ് ഉച്ചത്. അപ്പൊ ഈ വെബിന്റെ സൈസ് നമ്മുടെ ഷാങ്കിനോട് പോയിന്റിൽ നിന്ന് ഷാങ്കിലേക്ക് പോകും തോറും ഇതിന്റെ തിക്നെസ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരും. ഓക്കെ, ക്ലിയർ ആണല്ലോ അത്. അപ്പൊ ഗ്രാജുവലി ഇൻക്രീസസ് തിക്നെസ് ടുവേർഡ്സ് ദ ഷാങ്ക്. ഗ്രാജുവലി increases thickness towards എന്താണ്? ദി ഷാങ്ക്. ഷാങ്കിന്റെ ഭാഗത്തേക്ക് പോകുന്തോറും ഇതിന്റെ എന്ത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്? ഇതിന്റെ തിക്നെസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത്രയാണ് പാർട്ടിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അടുത്ത ആംഗിൾസിനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. കട്ടിംഗ് ആംഗിൾസിനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. അപ്പൊ എന്തിനാണ് കട്ടിംഗ് ആംഗിൾസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഫിഷ്യൻസി ഇൻ ഡ്രില്ലിംഗ്. ഓക്കെ, അതിനു വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എഫിഷ്യന്റ് ഡ്രില്ലിങ്ങിന് വേണ്ടിയിട്ടാണ് എന്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്? നമ്മുടെ ഡ്രിൽ ആംഗിൾസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഡ്രില്ലിങ്ങിന്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്? കട്ടിംഗ് ആംഗിൾസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഡ്രിൽസ് ആർ പ്രൊവൈഡഡ് വിത്ത് എന്ത്? cutting angles. Drills are provided with in the certain cutting angles for എന്തിനു വേണ്ടിയിട്ടാണ്? എഫിഷ്യൻസി ഇൻ ഡ്രില്ലിംഗ്. ഡ്രില്ല് എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്? കട്ടിംഗ് ആംഗിൾസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഏതൊക്കെയാണ് ആ കട്ടിംഗ് ആംഗിൾസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോയിന്റ് ആംഗിൾ ഉണ്ട്, പിന്നെ ഹെലിക്സ് ആംഗിൾ ഉണ്ട്, പിന്നെ എന്താണ് ക്ലിയറൻസ് ആംഗിൾ അല്ലെങ്കിൽ ലിപ്പ് ക്ലിയറൻസ് ആംഗിൾ ഉണ്ട്, പിന്നെ ചിസിൽ എഡ്ജ് ആംഗിൾ ഉണ്ട്. അപ്പൊ ഏതൊക്കെയാണ് ആംഗിള്? പോയിന്റ് ആംഗിൾ ഉണ്ട്, ഹെലിക്സ് ആംഗിൾ ഉണ്ട്, ക്ലിയറൻസ് അല്ലെങ്കിൽ ലിപ്പ് ക്ലിയറൻസ് ആംഗിൾ ഉണ്ട്, ചിസിൽ ആംഗിൾ ഉണ്ട്. അത് സാധാരണഗതിയിൽ ചോദിക്കുന്ന പോയിന്റ് ആംഗിൾ ആണ് സാധാരണഗതിയിൽ ചോദിക്കാറുള്ളത്. ഓക്കെ, അപ്പൊ പോയിന്റ് ആംഗിൾ. അപ്പൊ എന്താണ് ഈ പോയിന്റ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി ആംഗിൾ ഇൻക്ലൂഡഡ് ബിറ്റ്വീൻ ദി ടു ലിപ്സ്. ഇതാണ് എന്റെ ലിപ്പ്, രണ്ട് ലിപ്പുകൾ ഇതാണ്. ഓക്കെ, ഏതാണ് രണ്ട് ലിപ്പുകൾ? ഇതാണ് ആ കട്ടിംഗ് പോയിന്റ് അല്ലെ, ലിപ്പ് അടുത്തവൻ. ഓക്കെ, അതിന്റെ ഇടയിലുള്ള ആംഗിൾ, അതായത് അതെന്താണ്? പോയിന്റ് ആംഗിൾ ആണെന്നാണ് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പൊ ആ ആംഗിളിന്റെ പേരാണെന്ത്? പോയിന്റ് ആംഗിൾ എന്ന് പറയുന്നത്. ഇപ്പൊ ഒന്ന് എഴുതിയേക്കാം, ആംഗിൾ ഇൻക്ലൂഡഡ് ബിറ്റ്വീൻ ടു ലിപ്സ്. ഇതാണ് പോയിന്റ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ angle included between two lips. അതിനെയാണ് എന്ത് പറയുന്നത്? പോയിന്റ് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ജനറൽ ഡ്രില്ലിന് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഡ്രില്ലിന് എത്രയാണ് ആ ആംഗിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 118 ഡിഗ്രി ആണ്, 118 ഡിഗ്രി ആണ്. ഓക്കെ, 118 ഡിഗ്രി. അപ്പം ജനറൽ പർപ്പസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡ്രില്ലിന്, ജനറൽ പർപ്പസ് ഡ്രില്ലിന്
പർപ്പസ് ഡ്രില്ല് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡ്രില്ല് എത്രയാണ് ആ ആംഗിള്? 118 ഡിഗ്രിയാണ്, 118 ഡിഗ്രിയാണ്. ഓക്കെ, എന്നാൽ ഈ ആംഗിൾ വേരി ചെയ്യും എങ്ങനെയാണ്? ഹാർഡ്നെസ് ഓഫ് ദി മെറ്റീരിയൽസ് ബീങ് ഡ്രിൽഡ്. അപ്പം മെറ്റീരിയലിന്റെ ഹാർഡ്നെസ് അനുസരിച്ചിട്ട് ഡ്രില്ലിന്റെ ആംഗിള് വേരി ചെയ്യും. ഓക്കെ, ഇപ്പൊ varies according to hardness of the material. മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? ഡ്രില്ല് ചെയ്യുന്ന മെറ്റീരിയലാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഏതിന്റെ അല്ല? നമ്മൾ ഡ്രില്ലിന്റെ മെറ്റീരിയൽ അല്ല, ഡ്രില്ല് ചെയ്യപ്പെടുന്ന മെറ്റീരിയലിന്റെ ഹാർഡ്നെസ്സിനനുസരിച്ചിട്ടാണ് ഏത് മാറുന്നതെന്ന് പറഞ്ഞു? ഈ പോയിന്റ് ആംഗിൾ മാറുന്നത്. കാരണം ഡ്രില്ല് ഉണ്ടാക്കുന്നത് ഏത് കൊണ്ടാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഡ്രില്ല് ഉണ്ടാക്കുന്നത് ഹൈ സ്പീഡ് സ്റ്റീൽ കൊണ്ടാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ അല്ലേ? അപ്പൊ ഈ പറയുന്ന പോയിന്റ് ആംഗിൾ ഇൻക്രീസ് ചെയ്യും, ഹാർഡ്നെസ് ഇൻഡെക്സ് ഇൻക്രീസ് ചെയ്യും. അപ്പൊ പോയിന്റ് ആംഗിൾ ഇൻക്രീസസ് വിത്ത് ദി ഹാർഡ്നെസ് ഇൻഡെക്സ്. അപ്പൊ ഹാർഡ്നെസ് കൂടുമ്പോൾ ആര് കൂടും? ഈ പറയുന്ന പോയിന്റ് ആംഗിൾ കൂടും എന്നാണ് പറയുന്നത്. അപ്പൊ ഇൻക്രീസസ് വിത്ത് ദി ഹാർഡ്നെസ്. ആരുടെ ഹാർഡ്നെസ്? നമ്മുടെ മെറ്റീരിയൽ നമ്മൾ ഡ്രില്ല് ചെയ്യുന്ന, അല്ലെങ്കിൽ ആരുടെ മുകളിലാണോ അതിന്റെ വർക്ക് മെറ്റീരിയൽ. അപ്പൊ വർക്ക് മെറ്റീരിയലിന്റെ ഹാർഡ്നെസ് അനുസരിച്ചിട്ട് ഏത് കൂടും? പോയിന്റ് ആംഗിൾ കൂടും എന്നാണ് പറയുന്നത്. ഹെലിക്സ് ആംഗിൾ. എന്താ ഹെലിക്സ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഇതാണ് ഹെലിക്സ് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പൊ ലീഡിങ് എഡ്ജും, ഓക്കെ, ആരുടെ? ലാൻഡിന്റെ ലീഡിങ് എഡ്ജും പിന്നെയോ പെർപെൻഡിക്കുലറുമായിട്ടുള്ള ആംഗിൾ ആണ് എന്ത്? ഹെലിക്സ് ആംഗിൾ എന്ന് പറയുന്നത്. അതിനെ തന്നെയാണ് എന്ത് പറയുന്നത്? പെർപെൻഡിക്കുലർ എന്നല്ല, ആക്സിസ് ഓഫ് ദി എന്താണ്? ഡ്രില്ല്. ഈ പടത്തിൽ പെർപെൻഡിക്കുലർ ആണെന്ന് തോന്നും, അതെന്താണ്? ആക്സിസ് ആണ്. ആരുടെ? ഡ്രില്ലിന്റെ ആക്സിസ് ആണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങളുടെ ഇടയിൽ എന്താണ്? ഒന്ന് ഡ്രില്ലിന്റെ ആക്സിസ്, ഇത് ഡ്രില്ലിന്റെ ആക്സിസ്. ഡ്രില്ലിന്റെ ആക്സിസും ഇതെന്താണ്? ഇതിന്റെ മാർജിൻ ആണ്. ഇവിടെ കാണുന്നതാണ് എന്റെ എന്ത്? മാർജിൻ എന്ന് പറയുന്നത്. അതിന്റെ ലീഡിങ് എഡ്ജും, ആ മാർജിന്റെ ലീഡിങ് എഡ്ജ്, ഇവനാണ് അവന്റെ ലീഡിങ് എഡ്ജ് എന്ന് പറയുന്നത്. അപ്പൊ ആ ലീഡിങ് എഡ്ജും പിന്നെ എന്ത്? ഈ പറയുന്ന ആക്സിസും, ഡ്രിൽ ആക്സിസും നമ്മളുടെ ആംഗിളിനെയാണെന്ന് പറഞ്ഞത് ഹെലിക്സ് ആംഗിൾ എന്ന് പറയുന്നത്. അത് തന്നെയാണ് റേക്ക് ആംഗിൾ എന്ന് പറയുന്നവനും അത് തന്നെയാണ് കേട്ടോ. രണ്ട് പേരിൽ പറയുന്നുണ്ടെങ്കിലും ഹെലിക്സ് ആംഗിളും റേക്ക് ആംഗിളും ഒന്ന് തന്നെയാണ്. കാരണം ഈ ഹെലിക്സ് ആംഗിൾ ആണ് റേക്ക് ആംഗിളിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ആംഗിൾ ഫോംഡ് ബിറ്റ്വീൻ എന്തിന്റെയൊക്കെ ഇടയിലാണ്? ബിറ്റ്വീൻ ദി ലീഡിങ് എഡ്ജ് ഓഫ് ദി ലാൻഡ്, ലീഡിങ് എഡ്ജ് of the land and the plane having axis of the drill. ഓക്കെ, അതായത് ആക്സിസ് ഓഫ് ദി ഡ്രില്ലിനും ഏതിനുമാണ്? ലീഡിങ് എഡ്ജ് ഓഫ് ദി ലാൻഡിനും ഇടയിലുള്ള ആംഗിളിനെയാണ് എന്ത് പറയുന്നത്? ഹെലിക്സ് ആംഗിൾ എന്ന് പറയുന്നത്. ഇനിയോ നേരത്തെ പറഞ്ഞ കാര്യം പറയാം. ഹെലിക്സ് ആംഗിൾ ഡിറ്റർമിൻസ് ദി റേക്ക് ആംഗിൾ അറ്റ് ദി കട്ടിംഗ് എഡ്ജ് ഓഫ് ദി ട്വിസ്റ്റ് ഡ്രില്ല്. അപ്പൊ ഹെലിക്സ് ആംഗിൾ ആണ് ഏതിനും ഡിറ്റർമിൻ ചെയ്യുന്നത്? റേക്ക് ആംഗിൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. രണ്ടും ഒന്ന് തന്നെയാണ് ബേസിക്കലി. ഓക്കെ, ഹെലിക്സ് ആംഗിൾ റേക്ക് ആംഗിൾ എന്ന് മാറ്റി പറയുന്നതുമല്ലോ. പക്ഷെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒന്ന് പഠിച്ചേക്കാം. ഹെലിക്സ് ആംഗിൾ ഡിറ്റർമിൻസ് ദി റേക്ക് ആംഗിൾ. അപ്പൊ ഹെലിക്സ് ആംഗിൾ ഏതിനെ ഡിറ്റർമിൻ ചെയ്യുന്നു? റേക്ക് ആംഗിളിനെ ഡിറ്റർമിൻ ചെയ്യുന്നു. അപ്പൊ ഹെലിക്സ് ആംഗിൾ ഡിറ്റർമിൻസ് ദി റേക്ക് ആംഗിൾ at the cutting edge of the twist drill. ഹെലിക്സ് ആംഗിൾ മാറും. ആരെ അനുസരിച്ചിട്ട് മാറും? മെറ്റീരിയൽ, നമ്മൾ ഡ്രിൽ ചെയ്യുന്ന മെറ്റീരിയൽ അനുസരിച്ചിട്ട് ഹെലിക്സ് ആംഗിൾ മാറും. അപ്പൊ ഹെലിക്സ് ആംഗിൾ വേരി അക്കോർഡിംഗ് ടു ദി മെറ്റീരിയൽ ബീങ് ഡ്രിൽഡ്. ഹെലിക്സ് ആംഗിൾ വേരി according to the material being drilled. അപ്പൊ ഹെലിക്സ് ആംഗിൾ വേരി ചെയ്യും എന്തനുസരിച്ചിട്ട്? മെറ്റീരിയൽ നമ്മൾ ഡ്രിൽ ചെയ്യുന്ന മെറ്റീരിയലിനനുസരിച്ചിട്ട്. ഓക്കെ,
ഇനി നമുക്ക് വേരിയസ് ഹെലിക്സ് ആംഗിൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. ഓക്കെ, ഹെലിക്സ് ആംഗിളുകൾ ഏതൊക്കെയാണ്? വേരിയസ് ഹെലിക്സ് ആംഗിൾ, വേരിയസ് ഹെലിക്സ് ആംഗിൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. ഓക്കെ, സ്ലോ ഹെലിക്സ്, സ്ലോ ഹെലിക്സ് ഒരു 20 ഡിഗ്രീന് അടുത്ത് വരുന്ന ആംഗിളിലുള്ള ഹെലിക്സ് ആംഗിളുള്ള ഡ്രില്ലിനെയാണ് സ്ലോ ഹെലിക്സ് ഡ്രില്ല് എന്ന് പറയുന്നത്. പിന്നെ സ്റ്റാൻഡേർഡ് ഹെലിക്സ്, സ്റ്റാൻഡേർഡ് ഹെലിക്സ് 30 ഡിഗ്രിയാണ്. പിന്നെ ക്യുക്ക് ഹെലിക്സ്, ക്യുക്ക് ഹെലിക്സ് 40 ഡിഗ്രിയാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ എന്തുണ്ട്, എനിക്ക് സ്ലോ ഹെലിക്സ് 20 ഡിഗ്രി ഉണ്ട്, സ്റ്റാൻഡേർഡ് ഹെലിക്സ് 30 ഡിഗ്രി ഉണ്ട്, ക്വിക്ക് ഹെലിക്സ് എത്രയുണ്ട്? 40 ഡിഗ്രി ഉണ്ട്. ഇനി ഇവിടെ പി എസ് സി ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് പറയാൻ പോകുന്നത്. പി എസ് സി ചോദിക്കുന്ന, ഈ പ്രാവശ്യം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോയിന്റ് ആണ് പറയുന്നത്. ക്വിക്ക് ഹെലിക്സ് ഡ്രിൽ ഷുഡ് നെവർ ബി യൂസ്ഡ് ഓൺ ബ്രാസ്. എ ക്വിക്ക് ഹെലിക്സ് ഡ്രിൽ, ക്വിക്ക് ഹെലിക്സ് ഡ്രിൽ ഷുഡ് never be used on brass. ബ്രാസിൽ എന്ത് ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല? ക്വിക്ക് ഹെലിക്സ് ഉപയോഗിക്കാൻ പാടില്ല. കാരണം ഡിഗ് ഇൻ, എന്താ സംഭവിക്കാം? ഡിഗ് ഇൻ സംഭവിക്കും. ഏത് ഹെലിക്സിനെ ഡിഗ് ചെയ്യും ആര്? ഈ പറയുന്ന നമ്മുടെ ഏത് ഡ്രില്ല് ആര് ഡിഗ് ഇൻ ചെയ്യുന്നുണ്ട്? ബ്രാസിന് ഡ്രില്ല് ചെയ്യും. അപ്പൊ ഒരിക്കലും ക്വിക്ക് ഹെലിക്സ് ഏതിന് ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല? ബ്രാസിന് ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. ഇത്രയുമാണ് ഏത് ഹെലിക്സിന്റെ കാര്യത്തിൽ പറയാനുള്ളത്. ഇനി ചെറിയൊരു എന്താണ് കാര്യം കൂടി ഇവിടെ പറയാനുണ്ട്. ടൈപ്പിനെ കുറിച്ചിട്ടും, അതായത് ഡ്രിൽ ടൈപ്പ് ബേസ്ഡ് ഓൺ ഹെലിക്സ് ആംഗിൾ ആൻഡ് ദി മെറ്റീരിയൽ യൂസ്ഡ്. ഓക്കെ, അപ്പൊ ഡ്രിൽ ടൈപ്പും മെറ്റീരിയൽ യൂസ് ചെയ്യുന്നതും ഹെലിക്സ് ആംഗിളും ഏതൊക്കെയാണെന്ന് പറയാനുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ അതിനുവേണ്ടി ഞാൻ ഇതൊന്നും അയച്ചു കളഞ്ഞേക്കാം, അതിന്റെ ഒരു പടം ഒന്ന് കാണിച്ചേക്കാം. ഓക്കെ, യെസ്. അപ്പൊ ഇതാണ് വേരിയസ് ഹെലിക്സ് ആംഗിൾ. ഈ വേരിയസ് ഹെലിക്സ് ആംഗിളിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും HNS എന്നൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, HNS എന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഈ പറയുന്ന ഈ ഹെലിക്സ് ആംഗിൾ അപ്പുറത്തെ ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ. ഓക്കെ, ഏത് മെറ്റീരിയലിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഏത് മെറ്റീരിയലിനാണ് ഏത് ടൈപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന HNS ഒക്കെ നമ്മൾ പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ പടത്തിൽ കാണുന്നതും ഈ പറയുന്നതും ചെറിയൊരു വ്യത്യാസമുണ്ടേ. അപ്പൊ ടൈപ്പ് N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ലോ കാർബൺ സ്റ്റീലാണ്. എന്താണ്? നോർമൽ ലോ കാർബൺ സ്റ്റീലാണ്. അപ്പൊ നമ്മുടെ ഇതിലൊന്നും തന്നില്ല എങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ പറയുന്ന മെറ്റീരിയൽ, അതായത് ഇപ്പം ടൈപ്പ് ഏതാണെന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ ഏതാണ്? നോർമൽ ടൈപ്പ് ആണ് എന്നാണ് കാണുന്നത്. ഇതാണ് സാധാരണഗതിയിൽ എത്ര ആംഗിൾ വരുന്നത്? 10 മുതൽ 13 ഡിഗ്രി വരെ വരുന്നത്. 10 മുതൽ 13 ഡിഗ്രി വരെ വരുന്നത് N ടൈപ്പ് ആണ്. ഇവിടെ ഏതാണ്? H എന്ന് ഇവിടെ കാണിച്ചിരിക്കുന്നതാണ് N ടൈപ്പ് കേട്ടോ. അപ്പൊ അടുത്തത് ടൈപ്പ് H, ഹാർഡ് ആൻഡ് ടെനേഷ്യസ്. ഓക്കെ, ഹാർഡ് ആൻഡ് ടെനേഷ്യസ് മെറ്റീരിയൽ. അപ്പൊ ഇതാണ് Hൽ വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഹാർഡ് ആൻഡ് ടെനേഷ്യസ്. അപ്പൊ ഇതാണെന്ത്? എന്റെ 18 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ വരുന്നത്. ഓക്കെ, അടുത്തതാണ് ടൈപ്പ് എസ്. ടൈപ്പ് എസ് എന്താണ്? സോഫ്റ്റ് ആണ്. സോഫ്റ്റ് ആൻഡ് ടഫ് മെറ്റീരിയൽ. എത്രയാണത്? 35 ഡിഗ്രി മുതൽ 40 ഡിഗ്രി വരെയുള്ളവർ. എത്ര ഡിഗ്രി വരെയുള്ളവരാണ്? 35 ഡിഗ്രി മുതൽ 40 ഡിഗ്രി വരെയുള്ളവരാണ് അവൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഹെലിക്സ് ആംഗിളിന്റെ കാര്യം ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഇത് ഓക്കെ ആണല്ലോ? യെസ്. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. അടുത്തത് ക്ലിയറൻസ് അല്ലെങ്കിൽ ലിപ്പ് ആംഗിൾ ആണ് അടുത്ത പറയാനുള്ളത്. ഓക്കെ, എന്താ അടുത്ത പറയാനുള്ളത്? ക്ലിയറൻസ് അല്ലെങ്കിൽ ലിപ്പ് ആംഗിളിനെ കുറിച്ചിട്ടാണ് നമുക്ക് അടുത്തത് പറയാനുള്ളത്. എന്താ ക്ലിയറൻസ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്?
ക്ലിയറൻസ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ ദി ഫ്ലാങ്ക് ആൻഡ് ദി പ്ലെയിൻ അറ്റ് എ റൈറ്റ് ആംഗിൾ ടു ദി ഡ്രിൽ ആക്സിസ്. ഇവനാണ് എന്ത് ക്ലിയറൻസ് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, ആംഗിൾ ബിറ്റ്വീൻ ദി ഫ്ലാങ്ക്, ഓക്കെ, ഫ്ലാങ്കിന്റെയും, അപ്പൊ ഇതാണ് ഫ്ലാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അതിന്റെയും ഏതിന്റെയും ഈ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിരിക്കുന്നവന്റെ ഇടയിലുള്ള ആംഗിളിനെയാണ് എന്ത് പറയുന്നത്? ലിപ്പ് ക്ലിയറൻസ് ആംഗിൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ലിപ്പ് ക്ലിയറൻസ് ആംഗിൾ എന്ന് പറയുന്നത് ഓക്കെ അല്ലേ? ലിപ്പ് ക്ലിയറൻസ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദി ആംഗിൾ ബിറ്റ്വീൻ ദി എന്ന് എഴുതിയേക്കാം നമുക്ക്. ആംഗിൾ ബിറ്റ്വീൻ ദി എന്തിന്റെ ഇടയിലാണ്? ഫ്ലാങ്ക്. ആംഗിൾ ബിറ്റ്വീൻ ദി ഫ്ലാങ്ക് and angle between the flank and a plane at a right angle to the drill axis. അപ്പോൾ ആംഗിൾ ബിറ്റ്വീൻ ദി ഫ്ലാങ്ക് ആൻഡ് റൈറ്റ് ആംഗിൾ ടു ദി ഡ്രിൽ ആക്സിസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എന്തെന്ന്? നമ്മുടെ ക്ലിയറൻസ് ആംഗിൾ. ആ ക്ലിയറൻസ് ആംഗിളിനെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലിപ്പ് ക്ലിയറൻസ് ആംഗിൾ എന്നും നമ്മൾ പറയുന്നത്. അപ്പോൾ ഓക്കെ ആണുള്ളത്. ഇപ്പൊ ആംഗിൾ ബിറ്റ്വീൻ ദി ഏതാണ്? ഫ്ലാങ്കും പിന്നെയോ പ്ലെയിൻ അറ്റ് റൈറ്റ് ആംഗിൾ. ഒന്ന് നിങ്ങൾ പ്രീവിയസ് സ്ലൈഡിലേക്ക് ഒന്ന് പോവുക. ഓക്കെ, ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള രീതിക്ക് നിങ്ങൾ പഠിച്ചാൽ മതി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോദിക്കുക നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള സാധനമാണ് PSC ചോദിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ടെക്സ്റ്റ് ബുക്കിലുള്ള രീതിക്ക് തന്നെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ടെക്സ്റ്റ് ബുക്കിലുള്ള രീതിക്ക് തന്നെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. നിങ്ങൾ മാറ്റി പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? N ആണെങ്കിൽ 18 ഡിഗ്രി ടു 30 ഡിഗ്രി എന്നും മറ്റേ H ആണെങ്കിൽ 10 ഡിഗ്രി ടു 13 ഡിഗ്രി എന്നും. ഓക്കെ, ഇത് മാറ്റി പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ തന്നെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ രീതിക്ക് തന്നെ പഠിച്ചു വെച്ചേക്കും. ഓക്കെ, നമുക്കിനി അടുത്ത നമ്മുടെ ലിപ്പ് ആംഗിളിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ ആംഗിൾ ബിറ്റ്വീൻ ദി ഫ്ലാങ്ക് ആൻഡ് ദി പ്ലെയിൻ അറ്റ് റൈറ്റ് ആംഗിൾ ടു ദി ഡ്രിൽ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അതാണ് ലിപ്പ് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെ മെഷർ ചെയ്യുന്നത്? മെഷേർഡ് അറ്റ് പെരിഫറി ഓഫ് ദി ഡ്രിൽ. Measured at periphery of the drill. Measured at periphery of the drill. Measured at periphery of the drill. ഡ്രില്ലിന്റെ പെരിഫറിയിൽ നിന്നാണ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, എന്തിനാണ് ഇത് കൊടുത്തിരിക്കുന്നത്? ഫ്രിക്ഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. meant to prevent friction of tool behind the cutting edge. For preventing friction of tool behind the cutting edge. കട്ടിംഗ് എഡ്ജിന്റെ പിറകിലുള്ള ഫ്രിക്ഷൻ എന്ത് ചെയ്യാൻ വേണ്ടിയാണ്? കുറക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ക്ലിയറൻസ് ആംഗിൾ ടു ലാർജ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം? കട്ടിംഗ് എഡ്ജ് വിൽ ബി വീക്ക്. ഇപ്പൊ ക്ലിയറൻസ് ആംഗിൾ ടു ലാർജ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? കട്ടിംഗ് എഡ്ജ് വീക്ക് ആവും. ഓക്കെ, കട്ടിംഗ് എഡ്ജ് എന്താവുന്നു? വീക്ക് ആവും. ഇനിയോ ക്ലിയറൻസ് ആംഗിൾ ടു സ്മോൾ ആയി കഴിഞ്ഞാൽ ഡ്രിൽ വിൽ നോട്ട് കട്ട്. ക്ലിയറൻസ് ആംഗിൾ ടു സ്മോൾ ആയി കഴിഞ്ഞാലോ? ക്ലിയറൻസ് ആംഗിൾ ടു സ്മോൾ ആയി കഴിഞ്ഞാലോ? വളരെ ചെറുതായി കഴിഞ്ഞാലോ? ഡ്രിൽ വിൽ നോട്ട് കട്ട്. ബ്ലണ്ട് ആയി പോകും. ഓക്കെ, വിൽ നോട്ട് കട്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയറൻസ് ആംഗിൾ ടു സ്മോൾ ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മുടെ ഈ പറഞ്ഞവൻ ടു ലാർജ് ആയി കഴിഞ്ഞാൽ കട്ടിംഗ് എഡ്ജ് വീക്ക് ആവും.
വളരെ പോയിന്റഡ് ആയി മാറും. ഓക്കെ, ടു സ്മോൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാലോ ഡ്രിൽ വിൽ നോട്ട് കട്ട്, വളരെ ബ്ലണ്ട് ആവും. അപ്പൊ ഇതാണെങ്കിൽ പോയിന്റഡ് ആവും, വളരെ പോയിന്റഡ് ആവും. ഏത് ടു ലാർജ് ആയി കഴിഞ്ഞാൽ വളരെ പോയിന്റഡ് ആവും, ടു സ്മോൾ ആയി കഴിഞ്ഞാൽ വളരെ ബ്ലണ്ട് ആവുകയും ചെയ്യും. ഓക്കെ, ഇതിന് നോർമൽ വാല്യൂ എന്ന് പറയുന്നത് 8 to 12 ഡിഗ്രിയാണ്. സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് 8 ഡിഗ്രിയാണ്. 8 to 12 ഡിഗ്രിയാണ് ഇതിന്റെ നോർമൽ വാല്യൂ എന്ന് പറയുന്നത്. ഇനി ക്ലിയറൻസ് ആംഗിൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ പോയിന്റ് ആംഗിൾ ഡിക്രീസ് ചെയ്യും. അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ക്ലിയറൻസ് ആംഗിൾ എന്ത് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്യാണ് എങ്കിൽ പോയിന്റ് ആംഗിൾ എന്താ സംഭവിക്കുക, ഡിക്രീസ് ചെയ്യും. ക്ലിയർ അല്ലേ? അപ്പൊ ക്ലിയറൻസ് ആംഗിൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ പോയിന്റ് ആംഗിൾ ഡിക്രീസ് ചെയ്യും. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അടുത്തത് ചിസിൽ എഡ്ജ് ആംഗിൾ ആണ്. ഓക്കെ, ഈ കാണിച്ചിരിക്കുന്നതാണ് ചിസിൽ എഡ്ജും അതിന്റെ ആംഗിളും. അപ്പൊ ആംഗിൾ ബിറ്റ്വീൻ ദി ചിസിൽ എഡ്ജ് ആൻഡ് ലിപ്പും, ലിപ്പിന്റെയും ചിസിൽ എഡ്ജിന്റെയും ഇടയിലുള്ള ആംഗിളിനെയാണ് എന്താ പറയുന്നത്, ചിസിൽ എഡ്ജ് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ആംഗിൾ ബിറ്റ്വീൻ ചിസിൽ എഡ്ജ് ആൻഡ് ലിപ്പിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ചിസിൽ എഡ്ജ് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ദി ആംഗിൾ ബിറ്റ്വീൻ ദി ചിസിൽ എഡ്ജ് ആൻഡ് ദി കട്ടിംഗ് ലിപ്പ്, ആംഗിൾ ബിറ്റ്വീൻ ദി ചിസിൽ എഡ്ജ് and the cutting lip. ഓക്കെ, അത് എത്രയാണ്, 55 ഡിഗ്രി എന്നാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത്. പക്ഷെ ബിടെക്കിനൊക്കെ നമ്മൾ പഠിക്കുന്നത് 120 മുതൽ 155 വരെ അത് വാരി ചെയ്യുമെന്നാണ് നമ്മൾ ബിടെക്കിനൊക്കെ പഠിക്കുന്നത്. ഓക്കെ, 55 ഡിഗ്രി എന്നാണ് നമ്മുടെ ബുക്കിൽ തന്നിരിക്കുന്നത്. ഈ പടത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ അത്? യെസ്. അടുത്തത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽ ആൻഡ് പോയിന്റ് ആംഗിൾ യൂസ്ഡ് ആണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, മെറ്റീരിയൽ ആദ്യം പറയാം, അതിനുശേഷം പോയിന്റ് ആംഗിൾ പറയാം. ഇൻ ജനറൽ ആയിട്ട് പറയാം. നമുക്ക് സ്റ്റീല് നമ്മൾ ഉപയോഗിക്കുകയാണ് എങ്കിൽ, സ്റ്റീലും ഏതുവരെയുള്ളത്, 700 മെഗാ പാസ്കൽ വരെയുള്ള സ്റ്റീല്. ഓക്കെ, ടെൻസൈൽ സ്ട്രെങ്ത് 700 മെഗാ പാസ്കൽ വരെയുള്ള സ്റ്റീല്. പിന്നെയോ കാസ്റ്റ് അയൺ അത്രയാണ്, അതും 700 മെഗാ പാസ്കൽ വരെ സ്ട്രെങ്ത് വരെ ടെൻസൈൽ സ്ട്രെങ്ത് വരുന്ന കാസ്റ്റ് അയൺ. പിന്നെ ഗ്രേ കാസ്റ്റ് അയൺ, പിന്നെയോ മാലിയബിൾ കാസ്റ്റ് അയൺ, CI എന്ന് എഴുതാം, മാലിയബിൾ കാസ്റ്റ് അയൺ. പിന്നെ ബ്രാസ്, പിന്നെയോ ജർമ്മൻ സിൽവർ, പിന്നെയോ നിക്കൽ, സിങ്ക് അലോയ്, ഓസ്റ്റനേറ്റിക് സ്റ്റീല്, മഗ്നീഷ്യം അലോയ്, ഓസ്റ്റനേറ്റിക് സ്റ്റീല്, മഗ്നീഷ്യം അലോയ്. ഈ പറയുന്ന ഐറ്റംസ് ആണ് എങ്കിൽ, അതായത് സ്റ്റീല്, കാസ്റ്റ് അയൺ, ഗ്രേ കാസ്റ്റ് അയൺ, മാലബിൾ കാസ്റ്റ് അയൺ, ബ്രാസ്, ജർമ്മൻ സിൽവർ, നിക്കൽ, സിങ്ക് അലോയ്, പിന്നെ മഗ്നീഷ്യം അലോയ്, ഓസ്റ്റനേറ്റിക് സ്റ്റീൽ ഒക്കെ ആണ് എങ്കിൽ എന്റെ പോയിന്റ് ആംഗിൾ എന്ന് പറയുന്നത് 118 ഡിഗ്രി ആണ്. ഈ പറയുന്ന എല്ലാ മെറ്റീരിയലും ആണ് എങ്കിൽ എന്റെ പോയിന്റ് ആംഗിൾ എത്രയാണ്, 118 ഡിഗ്രി ആണ്. ക്ലിയർ ആണല്ലോ? പോയിന്റ് ആംഗിൾ 118, അതായത് സ്റ്റാൻഡേർഡ് ഡ്രില്ല് എനിക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഈ പറയുന്ന മെറ്റീരിയൽസ് ആണ് എങ്കിൽ. ഇനി വേറെ തരത്തിലുള്ള മെറ്റീരിയൽ ആണ് എങ്കിൽ, അതായത് നമുക്കുള്ളത് സ്റ്റീലും കാസ്റ്റ് ചെയ്യണം തന്നെ, പക്ഷെ അതിന്റെ സ്ട്രെങ്ത്തിൽ വ്യത്യാസമുണ്ട്. സ്റ്റീല് കാസ്റ്റ് ചെയ്യണം തന്നെ 700 മുതൽ 1200 മെഗാ പാസ്കൽ വരെയുള്ള സ്റ്റീലും കാസ്റ്റ് ചെയ്യണം. ഓക്കെ, സ്റ്റീലും കാസ്റ്റ് ചെയ്യണം ഇതേ സാധനം. ഓക്കെ, 700 മുതൽ 1200 മെഗാ പാസ്കൽ വരെയുള്ള സ്ട്രെങ്ത് ആണ് എങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പോയിന്റ് ആംഗിൾ 130 ഡിഗ്രിയാണ്. എത്രയാണ്? 130 ഡിഗ്രിയാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഏത് പോയിന്റ് ആംഗിൾ എന്ന് പറയുന്നത്. ഇനി സ്റ്റെയിൻലെസ് സ്റ്റീല്, കോപ്പർ, അലുമിനിയം അലോയ് ഒക്കെ ആണ് എങ്കിൽ നമ്മുടെ ആംഗിള് 140 ഡിഗ്രി ആയിരിക്കും. ഏത്? സ്റ്റെയിൻലെസ് സ്റ്റീല്, പിന്നെയോ കോപ്പർ, പിന്നെ അലുമിനിയം അലോയ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആംഗിൾ എത്രയാണ്? 140 ഡിഗ്രിയാണ്. 140 ഡിഗ്രിയാണ്. 140 ഡിഗ്രി. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ 118 ഡിഗ്രി ഉണ്ട്, 130 ഡിഗ്രി ഉണ്ട്, 140 ഡിഗ്രി ഉണ്ട്. അല്ലെങ്കിൽ 130 ഓർക്കാൻ എളുപ്പമാണ്, സ്റ്റീലും കാസ്റ്റ് അയണുമാണ് 700 മുതൽ ഏതുവരെ 1200 മെഗാ പാസ്കൽ വരെ സ്ട്രെങ്ത് ഉള്ളത്. ഓക്കെ, പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ, കോപ്പർ, അലുമിനിയം അലോയ് ആണെങ്കിൽ 140 ഡിഗ്രി. ബാക്കി എന്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക്
118 ഡിഗ്രി. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? യെസ്. പിന്നെ നമുക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സാധനം ഒക്കെ ഉണ്ട് എങ്കിൽ, ഓക്കെ, മോൾഡഡ് പ്ലാസ്റ്റിക്, ലാമിനേറ്റഡ് പ്ലാസ്റ്റിക്, ഹാർഡ് റബ്ബർ പോലുള്ള മെറ്റീരിയൽ ഒക്കെ ഉണ്ട് എങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് 80 ഡിഗ്രിയാണ്. ഓക്കെ, എത്രയാണ്? 80 ഡിഗ്രി. അപ്പം മോൾഡഡ് പ്ലാസ്റ്റിക്, ലാമിനേറ്റഡ് പ്ലാസ്റ്റിക്, പിന്നെ ഹാർഡ് റബ്ബർ ചോദിക്കുക. എബണൈറ്റ് എന്നാണ് PS ചോദിക്കുക. എബണൈറ്റ്. ഓക്കെ, പിന്നെ മാർബിള്, പിന്നെ സ്ലേറ്റ്, പിന്നെ കോള്, ഇതൊക്കെയാണ് മെറ്റീരിയൽ എങ്കിൽ, നമുക്ക് ഡ്രിൽ ചെയ്യേണ്ട മെറ്റീരിയൽ എങ്കിൽ 80 ഡിഗ്രിയാണ് എൻ്റെ പോയിന്റ് ആംഗിൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇതൊക്കെയാണ് എങ്കിൽ പോയിന്റ് ആംഗിൾ എത്രയാണ്? 80 ഡിഗ്രിയാണ് എൻ്റെ പോയിന്റ് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? അപ്പൊ അടുത്തത് പൈപ്പ് ബെൻഡിങ് മെത്തേഡ്സ് ആണ്. ഇപ്പൊ 2 രീതിക്കാണ് സാധാരണഗതിയിൽ നമ്മൾ പൈപ്പ് ബെൻഡ് ചെയ്യാറുള്ളത്. ഓക്കെ, 2 രീതിക്കാണ് നമ്മൾ സാധാരണഗതിയിൽ പൈപ്പ് ബെൻഡ് ചെയ്യാറുള്ളത്. ഒന്ന് മെഷീൻ ഉപയോഗിച്ചിട്ട്, രണ്ടാമത് ഹാൻഡ് ഉപയോഗിച്ചിട്ട്. ഓക്കെ, അപ്പൊ എന്താണ്? 2 രീതിക്ക് മെഷീൻ നമ്മൾ ചെയ്യുന്നത്. മെഷീൻ ഉപയോഗിച്ചിട്ടും ഹാൻഡ് ഉപയോഗിച്ചിട്ടുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പൈപ്പ് ബെൻഡ് ചെയ്യുന്നത്. അപ്പൊ അതാണ് എന്ത്? പൈപ്പ് ബെൻഡിങ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പം ബൈ മെഷീൻ, ബൈ ഹാൻഡ്. ഓക്കെ, അപ്പൊ എന്താണ് ഈ സാധനം പൈപ്പ് ബെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പൈപ്പ് ബെൻഡിങ് എന്ന് പറഞ്ഞാൽ ചില സ്ഥലത്ത് എനിക്ക് എന്ത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല? എന്റെ പൈപ്പ് ഫിറ്റിംഗ്സ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പം പൈപ്പ് ഫിറ്റിംഗ്സ് ഉപയോഗിക്കാതെ, പൈപ്പ് ഫിറ്റിംഗ്സ് നമ്മുടെ സിലബസിൽ പറയുന്നില്ല, അതുകൊണ്ട് എടുക്കുന്നില്ല കേട്ടോ. പൈപ്പ് ഫിറ്റിംഗ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നതാണ്. നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ, നമ്മുടെ സിലബസ് കവർ ചെയ്തതിനു ശേഷം നമുക്ക് അതിൽ സമയം കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് പോവാം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സിലബസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ക്ലാസ്സുകൾ പോകുന്നത്. അപ്പോൾ ചില സ്ഥലത്ത് പൈപ്പ് ഫിറ്റിംഗ്സ് എനിക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പൊ വളവും തിരിവും ഒക്കെ വരുന്ന നേരത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഈ പൈപ്പിനെ ബെൻഡ് ചെയ്ത് എടുക്കണം. പൈപ്പിനെ എന്ത് ചെയ്യണം? ബെൻഡ് ചെയ്ത് എടുക്കണം. അങ്ങനെ ബെൻഡ് ചെയ്യുന്ന സമയത്ത് ഔട്ടർ പാർട്ട് സ്ട്രെച്ച് ചെയ്യുന്നുണ്ട് അല്ലെ? ഈ സ്ട്രെയിറ്റ് ആയിരിക്കുന്ന ഇത് എന്താണ് പൈപ്പ് എന്ന് വിചാരിക്കാം. പിന്നെ ഞാൻ ബെൻഡ് ചെയ്തു എന്ന് വിചാരിക്കാം. ബെൻഡ് ചെയ്യുന്ന സമയത്ത് ഔട്ടർ പാർട്ട് സ്ട്രെച്ച് ചെയ്യും, ഇന്നർ പാർട്ടോ കംപ്രസ് ചെയ്യും. ഓക്കെ, ഇന്നർ പാർട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കംപ്രസ് ചെയ്യുന്നുണ്ട്. അപ്പം ഔട്ടർ പാർട്ട് സ്ട്രെച്ച് ചെയ്യും, ഔട്ടർ പാർട്ട് എന്താവുന്നുണ്ട്? സ്ട്രെച്ച് ചെയ്യുന്നുണ്ട്. ഇന്നർ പാർട്ട് കംപ്രസ് ചെയ്യുന്നുണ്ട്. ഔട്ടർ പാർട്ട് സ്ട്രെച്ച് ചെയ്യുന്നു, ഇന്നർ പാർട്ട് കംപ്രസ് ചെയ്യുന്നു. ഓക്കെ, പിന്നെയോ ഇങ്ങനെ ബെൻഡ് ചെയ്യുന്ന നേരത്ത് പൈപ്പ് എന്താവാം? കൊളാപ്സ് ഒക്കെ ആവാം. അപ്പൊ ഈ ബെൻഡ് ചെയ്യുന്ന നേരത്ത് എന്താവാം? പൈപ്പ് കൊളാപ്സ് ഒക്കെ ആവാം. അപ്പൊ ആ കൊളാപ്സ് ഒക്കെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിന്റെ ഉള്ളിൽ എന്തുണ്ട്? ഫില്ലർ ലോഡ് ചെയ്യുക എന്ന് പറയുന്നത്. കുറച്ച് ഫില്ലർ മെറ്റീരിയൽ ഇതിലേക്ക് കയറ്റി വെക്കും. അതിനെയാണ് പറയുന്നത് ലോഡ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ബേസിക്കലി ഒരു എന്ത് പറയുന്നത്? പൈപ്പ് ബെൻഡിങ് എന്ന് പറയുന്നത്. പൈപ്പ് ബെൻഡിങ് എന്ന് പറഞ്ഞാൽ ചില നേരങ്ങളിൽ എനിക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റില്ല? എനിക്ക് പൈപ്പ് ഫിറ്റിംഗ്സ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. ഈ ക്രോസ്, ടീ എന്നൊക്കെ പറയുന്ന സാധനം. ഓക്കെ, ആണ് ഈ പൈപ്പ് ഫിറ്റിംഗ്സ് എന്ന് പറയുന്നവൻ. ഓക്കെ, നമ്മുടെ എൽബോ, ടീ, ക്രോസ്, സോക്കറ്റ്, റെഡ്യൂസർ, നിപ്പിള്, യൂണിയൻ, പ്ലഗ്, ക്യാപ്പ്, ഇതൊക്കെയാണ് എന്ത്? വേരിയസ് പൈപ്പ് ഫിറ്റിംഗ്സ് എന്ന് പറയുന്നവൻ. ഓക്കെ, അപ്പൊ അത് ചില നേരത്തെ എനിക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റാത്ത നേരത്തെ ഞാൻ എന്താ ചെയ്യുക? ഇവൻ ഈ പൈപ്പിനെ തന്നെ ബെൻഡ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ പൈപ്പിനെ ബെൻഡ് ചെയ്ത് എടുക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഔട്ടർ പാർട്ട് സ്ട്രെച്ച് ആവും, ഇന്നർ പാർട്ട് കംപ്രസ് ആവും. എങ്ങനെയാണ് ബെൻഡ് ചെയ്ത് എടുക്കുന്നത്? ബൈ ബെൻഡിങ് മെഷീൻസ്, ബൈ ഹാൻഡ്. അപ്പൊ ഒന്നാമത് ബെൻഡിങ് മെഷീൻസ് ആണ്. ഓക്കെ, അപ്പൊ ബെൻഡിങ് മെഷീൻ എനിക്ക് പലതരത്തിലുള്ളതുണ്ട്. ഓക്കെ, പോർട്ടബിൾ ബെൻഡിങ് മെഷീൻസ് ഉണ്ട്, പിന്നെയോ ബെഞ്ച് ടൈപ്പ് ഹാൻഡ് ഓപ്പറേറ്റഡ് മെഷീൻസ് ഉണ്ട്, ഹൈഡ്രോളിക് ബെഞ്ച് മെഷീൻസ് ഉണ്ട്. അപ്പം എന്റെ മെഷീൻസ് എന്ന് പറയുന്നത് ടൈപ്പ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടൈപ്പ് ഏതൊക്കെയാണ്? പോർട്ടബിൾ ഹാൻഡ് ഓപ്പറേറ്റഡ് പൈപ്പ് ബെൻഡർ ഉണ്ട്, പോർട്ടബിൾ ഹാൻഡ് ഓപ്പറേറ്റഡ് പൈപ്പ് ബെൻഡർ ഉണ്ട്, പിന്നെ എന്താ ഉള്ളത്? പിന്നെ ബെഞ്ച് ടൈപ്പ് ഹാൻഡ് ഓപ്പറേറ്റഡ് പൈപ്പ് ബെൻഡർ ഉണ്ട്, ബെഞ്ച് ടൈപ്പ് ഹാൻഡ് ഓപ്പറേറ്റഡ് പൈപ്പ് ബെൻഡർ ഉണ്ട്. പിന്നെയോ ഹൈഡ്രോളിക് ബെൻഡിങ് മെഷീൻസ് ഉണ്ട്.
ഹൈഡ്രോളിക് ബെൻഡിങ് മെഷീൻസ്. ഏത് ബെൻഡിങ് മെഷീൻ ആണ് എങ്കിലും അല്ലെങ്കിൽ ഹാൻഡ് ഓപ്പറേറ്റ് മെഷീൻ ആണെങ്കിലും എനിക്ക് രണ്ട് ടൈപ്പ് ഫോമേഴ്സ് ഉണ്ടാവും. ഫോർമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഒന്ന് ഉള്ളിലുള്ളത്, ഒന്ന് പുറത്തുള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഒന്ന് ഉള്ളിലുള്ളവൻ, ഒന്ന് പുറത്തുള്ളവൻ. അതായത് ഈ പൈപ്പിനെ ഞാൻ എന്ത് ചെയ്യണം, ഇതിന്റെ ഉള്ളിലേക്ക്, ഇതാണ് പൈപ്പ് എന്ന് വിചാരിക്കാം, ഇതിന്റെ ഉള്ളിലേക്ക് വെക്കുകയാണ്. അപ്പൊ ഈ പറയുന്ന സാധനത്തിനുള്ളിലേക്ക് ഞാൻ പൈപ്പിന് വെക്കുന്നു, എന്നിട്ട് അവനെ ഞാൻ എന്ത് ചെയ്യുന്നു, വളച്ച് ബെൻഡ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ പുറത്തുള്ളവനെ, ഈ ഫോം ചെയ്യാൻ സഹായിക്കുന്നവനെ ഔട്ട്സൈഡ് ഫോർമർ എന്നാണ് പറയുന്നത്. എന്താ പറയാ? ഔട്ട്സൈഡ് ഫോമർ എന്ന് പറയും. ഈ ഉള്ളിലുള്ളവനെയോ ഇൻസൈഡ് ഫോമർ എന്ന് പറയും. ഇൻസൈഡ് ഫോർമർ എന്ന് പറയും. ഓക്കെ, അപ്പൊ പുറത്തുള്ളവനെ ഔട്ട്സൈഡ് ഫോർമർ എന്നും ഉള്ളിലുള്ളവനെ ഇൻസൈഡ് ഫോർമർ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഫോർമറിന്റെ ഇടയിലാണ് ഞാൻ ഈ പൈപ്പിനെ വെക്കുന്നത്. ഓക്കെ, എന്നിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇവനെ ബെൻഡ് ചെയ്ത് എടുക്കുന്നത്. അതാണ് ഈ ഫോമേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി ഈ ബെഞ്ച് ടൈപ്പ് നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ യൂസ് ടു ബെൻഡ് GI ആൻഡ് സ്റ്റീൽ പൈപ്സ്. അപ്പൊ ബെഞ്ച് ടൈപ്പ് ഹാൻഡ് ഓപ്പറേറ്റഡ് പൈപ്പ് ബെൻഡർ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? GI പൈപ്സ് ബെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ ഏതിനു വേണ്ടിയിട്ട്? സ്റ്റീൽ പൈപ്പ്. GI പൈപ്പ് എന്ന് പറഞ്ഞാൽ ഗാൽവനൈസ്ഡ് അയൺ പൈപ്പ്. സ്റ്റീൽ പൈപ്പ് ബെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പൊ GI പൈപ്പും സ്റ്റീൽ പൈപ്പും ബെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബെഞ്ച് ടൈപ്പ് പൈപ്പ് ബെൻഡർ ഉപയോഗിക്കുന്നത്. ഇനി ഹൈഡ്രോളിക് പൈപ്പ് ആണെങ്കിലോ, ഹൈഡ്രോളിക് ബെൻഡിങ് മെഷീൻസ് ആണെങ്കിലോ യൂസ്ഡ് ഫോർ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ബെൻഡിങ് GI ആൻഡ് MS. ഓക്കെ, അപ്പം GI പൈപ്പ് മൈൽഡ് സ്റ്റീലും നമ്മൾ ബെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് ഉപയോഗിക്കുന്നത്? ഹൈഡ്രോളിക് ബെൻഡിങ് മെഷീൻസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്ത് ബെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? GI പൈപ്പുകൾ, പിന്നെയോ മൈൽഡ് സ്റ്റീലുകൾ ബെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വിത്തൗട്ട് സാൻഡ് ഫില്ലിംഗ്. വിത്തൗട്ട് സാൻഡ് ഫില്ലിംഗ്. എന്താ സാൻഡ് ഫില്ലിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് കുറച്ചും കൂടെ നമ്മൾ പറയും അതിനെ കുറിച്ചിട്ട്, ചെറിയൊരു പോയിന്റ് ആയിട്ട് തന്നെ പറയും നമ്മൾ അതിനെ കുറിച്ചിട്ട്. അപ്പോൾ സാൻഡ് ഫില്ലിംഗ്, അതായത് പൈപ്പ് നമ്മൾ ബെൻഡ് ചെയ്യുന്ന നേരത്ത്, ഈ പൈപ്പിന് നമ്മൾ ബെൻഡ് ചെയ്യുന്ന നേരത്ത് ഇതെന്ത് ചെയ്യാം, ഇത് ഈ പറയുന്ന ഈ ബെൻഡ് ചെയ്യുന്ന ഈ ഏരിയയിൽ ഡിസ്റ്റോർഷൻ സംഭവിക്കാം. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിന്റെ ഉള്ളിലേക്ക് മെറ്റീരിയൽസ് ഫില്ല് ചെയ്യുമെന്ന് പറഞ്ഞു. മെയിനായിട്ട് സാൻഡ് ഒക്കെയാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. നമ്മൾ അടുത്ത സ്ലൈഡിൽ അത് പഠിക്കും. ആ സാൻഡ് ഫില്ല് ചെയ്യാതെ തന്നെ എനിക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞത്, ഹൈഡ്രോളിക് ബെൻഡിൽ എനിക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഈ സാൻഡ് ഫില്ലിംഗ് ഇല്ലാതെ തന്നെ ഈ പറയുന്ന GI MS ബെൻഡ് ചെയ്തെടുക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി ഈ പറഞ്ഞ ഇൻസൈഡ് ഫോർമർ ഉണ്ട്, ഔട്ട്സൈഡ് ഫോർമർ ഉണ്ട്. ഇവിടുന്ന് PS ചോദിക്കുന്ന ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ഫോർമേഴ്സ് ആർ സെലക്ടഡ് ഓൺ ദി ബേസിസ് ഓഫ് ഇൻസൈഡ് ഡയ ഓഫ് ദ പൈപ്പ്, ഔട്ട്സൈഡ് ഡയ ഓഫ് ദ പൈപ്പ്, ബോത്ത് ഓഫ് ദ എബോവ്, നൺ ഓഫ് ദ എബോവ്. ഏതാണ്? ഔട്ടർ ഡയ ഓഫ് ദി പൈപ്പിന് ബേസ് ചെയ്തത്. കാരണം ഈ പുറത്തിരിക്കുന്ന ഇവനാണ് അല്ലെ, ഈ പുറത്തിരിക്കുന്ന ഈ ഭാഗമാണ് ഇതിന്റെ ഉള്ളിലേക്ക് പോകുന്നത് അല്ലെ. ഇതാണ് ഇൻസൈഡ് ഡയ എന്ന് വിചാരിക്കുക. ഇവനല്ലല്ലോ ഇതിനുള്ളിലേക്ക് പോകുന്നത്, ഈ പുറത്തിരിക്കുന്ന ഇവനല്ലേ. ഈ പുറത്തിരിക്കുന്ന ഈ ഭാഗമാണ് ആരുമായിട്ട് കോൺടാക്റ്റിൽ വരുന്നത്? എന്റെ ഔട്ട്സൈഡ് അല്ലെങ്കിൽ ഇൻസൈഡ് ഫോർമറുമായിട്ട് കോൺടാക്റ്റിൽ വരുന്നത്. അപ്പോൾ ഇൻസൈഡ് അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഫോർമർ ഞാൻ സെലക്ട് ചെയ്യുന്നത് ഏതിന്റെ ബേസിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതിന്റെ ബേസിലാണ് സെലക്ട് ചെയ്യുന്നത്? ഔട്ടർ ഡയ ഓഫ് ദി പൈപ്പ്. ഔട്ടർ ഡയ ഓഫ് ദി പൈപ്പ്. ഇപ്പൊ ഇൻസൈഡ് or outside formers are selected based on the outer dia of the pipe to be bent. ഇപ്പൊ ബെൻഡ് ചെയ്യപ്പെടേണ്ട പൈപ്പിന്റെ ഔട്ടർ ഡയയുടെ ബേസിലാണ് നമ്മൾ എന്ത് സെലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു? ഈ പറയുന്ന പൈപ്പ് സെലക്ട് ചെയ്യുന്നു, എന്താണ്, ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ഫോർമർ സെലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ക്ലിയർ ആണല്ലോ? ഓക്കെ, പക്ഷേ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ പൈപ്പിനെ സ്പെസിഫൈ ചെയ്യുന്നത്, ഓക്കെ, പൈപ്പിനെ സ്പെസിഫൈ ചെയ്യുന്നത്, പൈപ്പ് സൈസ് ഈസ് specified by the internal diameter.
by the internal diameter. Internal diameter. ക്ലിയർ ആണല്ലോ. ട്യൂബ് ആണെങ്കിൽ ഔട്ട്സൈഡ് ഡയമീറ്റർ ആണ്. ട്യൂബ് ആണ് എങ്കിൽ ഔട്ട്സൈഡ് ഡയമീറ്റർ ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം, നമുക്കൊന്ന് കിട്ടിയാലോ, ഒരു പോയിന്റ് കിട്ടിയാലോ, ഇവിടെ പി എസ് ചോദിക്കുന്ന ഒരു കാര്യം കിട്ടിയാലോ, നമ്മൾ ഏത് സെലക്ട് ചെയ്യുന്നത്, ഫോർമേഴ്സ് സെലക്ട് ചെയ്യുന്നത് ഔട്ട്സൈഡ് ഡയ വെച്ചിട്ടാണ്. പക്ഷെ പൈപ്പിന്റെ സൈസിനെ സ്പെസിഫൈ ചെയ്യുന്നത് ഇന്നർ ഡയ വെച്ചിട്ടാണ്. ക്ലിയർ ആണല്ലോ. ഓക്കെ അല്ലേ. ട്യൂബിന്റെ സൈസിനെയാണ് നമ്മൾ ഔട്ടർ ഡയ വെച്ചിട്ട് സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ, സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ. നമ്മൾ നേരത്തെ അതേപോലെ ഡ്രില്ല് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡ്രില്ല് എങ്ങനെയാ സ്പെസിഫൈ ചെയ്യുക എന്നുള്ളത് കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, നമ്മൾ നേരത്തെ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡ്രില്ലിനെ കുറിച്ചിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഡ്രില്ല് എങ്ങനെയാണ് സ്പെസിഫൈ ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇപ്പോൾ എഴുതാനല്ല, കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, യെസ്. അപ്പോൾ ഒന്ന് എഴുതിക്കോളൂ. ഡ്രിൽസ് ഡെസിഗ്നേറ്റഡ് ബൈ, ആ സാധനം ഒന്ന് ഇവിടെ നിന്ന് എഴുതിക്കോളൂ കേട്ടോ. ഡ്രിൽസ് നേരത്തെ പറയേണ്ടതായിരുന്നു, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്രിൽസ് ഡെസിഗ്നേറ്റഡ് ബൈ എന്താണ്, ഡയ മെറ്റീരിയൽ ടൂൾ ടൈപ്പ് ടൂളല്ല, ടൂത്ത് ടൈപ്പ്, പിന്നെയോ ഷാങ്ക്. ഡയ മെറ്റീരിയൽ ടൂത്ത് ടൈപ്പ് ഷാങ്ക്. ഇങ്ങനെയാണ് നമ്മൾ എന്തിനെ സ്പെസിഫൈ ചെയ്യുന്നത്, ഡ്രില്ലിനെ സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ അല്ലേ. യെസ്. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. ഓക്കെ, ഹാൻഡ് ഓപ്പറേറ്റഡ്. ഓക്കെ, നമ്മൾ ഹാൻഡ് കൊണ്ടാണ് ആരെ ഓപ്പറേറ്റ് ചെയ്യുന്നത്, പൈപ്പിനെ ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ ഹാൻഡ് ഓപ്പറേറ്റഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഹാൻഡ് ഓപ്പറേറ്റഡ് എങ്ങനെയാണെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, യെസ്. അപ്പൊ ഹാൻഡ് ഓപ്പറേറ്റഡ് എന്ന് പറയുമ്പോൾ എന്താണ്, പൈപ്പ് ബെൻഡ് ബൈ ഹാൻഡ്. പൈപ്പ് ബെൻഡിങ് ബൈ ഹാൻഡ്. കൈ കൊണ്ടാണ് നമ്മൾ ബെൻഡ് ചെയ്യുന്നതെങ്കിൽ അതാണ് ഹാൻഡ് ഓപ്പറേറ്റഡ് ആണ്. എപ്പോഴാണ് കൈ കൊണ്ട് നമ്മൾ ബെൻഡ് ചെയ്യുന്നത്, ഇഫ് സ്റ്റാൻഡേർഡ് ബെൻഡിങ് ഫോമേഴ്സ് ഓർ ബെൻഡിങ് മെഷീൻസ് ആർ നോട്ട് അവൈലബിൾ. അതായത് ബെൻഡിങ് മെഷീൻസ് നോട്ട് അവൈലബിൾ ആണ് എങ്കിൽ, മെഷീൻസ് ആർ നോട്ട് അവൈലബിൾ അപ്പോൾ സ്റ്റാൻഡേർഡ് ബെൻഡിങ് ഫോർമേഴ്സ് അല്ലെങ്കിൽ ബെൻഡിങ് മെഷീൻസ് അവൈലബിൾ അല്ല എങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു, ഹാൻഡ് ബെൻഡിങ് ഉപയോഗിക്കുന്നു. ഇതെങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, സ്മോൾ ഡയമീറ്റർ പൈപ്പ് ക്യാൻ ബി ബെൻഡ് ബൈ ഹാൻഡ്. സ്മോൾ ഡയമീറ്റർ പൈപ്പാണ് നമ്മൾ ബെൻഡ് ചെയ്യുന്നത്, പൈപ്പാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹാൻഡ് ഉപയോഗിച്ചിട്ട് ബെൻഡ് ചെയ്യുന്നത്. എങ്ങനെയാണ്, യൂസിങ് എ വുഡൻ പ്ലാങ്ക് വിത്ത് ഹോൾ. ഒരു വുഡൻ പ്ലാങ്ക് ഉപയോഗിക്കുന്നുണ്ട്, അതിലെന്തുണ്ടാവും, ഹോൾ ഉണ്ടാവും. വുഡൻ പ്ലാങ്ക്, യൂസിങ് എ വുഡൻ പ്ലാങ്ക് വിത്ത് ഹോൾ. ഓക്കെ, അപ്പോ യൂസിങ് എ വുഡൻ പ്ലാങ്ക് വിത്ത് ഹോൾ. അപ്പൊ യൂസിങ് എ വുഡൻ പ്ലാങ്ക് വിത്ത് ഹോൾ, ഒരു വുഡൻ പ്ലാങ്ക് ഉണ്ടാവും, അതിൽ ഹോൾ ഉണ്ട് എങ്കിൽ ആ വുഡൻ പ്ലാങ്കിന്റെ ഹോളിന്റെ ഉള്ളിൽ ഈ പറയുന്ന സ്മോൾ ഡയമീറ്റർ പൈപ്പിന് വെച്ചിട്ട് അതിനെ നമ്മൾ കൈ കൊണ്ട് എന്ത് ചെയ്യുകയാണ്, ബെൻഡ് ചെയ്തെടുക്കുകയാണ്. ഈ ഹോള് എന്ന് പറയുന്നത് ഏതിന് ഈക്വലന്റ് ആണ്, ഔട്ടർ ഡയമീറ്റർ ഓഫ് ദി പൈപ്പിന് ഈക്വൽ ആണ്. ഓക്കെ, ഔട്ടർ ഡയ ഓഫ് ദി പൈപ്പിന് ഈക്വൽ ആണ്. ഡയ ഓഫ് പൈപ്പിന് ഇത് ഈക്വൽ ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇത് ഈ സമയത്ത് എന്തായിരിക്കണം, ലോഡഡ് ആയിരിക്കണം. ലോഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ സാൻഡ് പോലുള്ള സാധനങ്ങൾ നിറച്ചിട്ടുണ്ടാവണം. എന്തിനു വേണ്ടിയിട്ടാണ്, ഡിഫോർമേഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആണല്ലോ. അപ്പൊ ലോഡഡ് ആയിരിക്കുന്ന പൈപ്പ് മാത്രമാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഹാൻഡ് ബെൻഡിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി ഒരു ചെറിയൊരു പോയിന്റ് പറയാം.
ഹാഫ് ഹാർഡ് പൈപ്പ് ബെൻഡ് ചെയ്യണമെങ്കിൽ അതിനെന്ത് ചെയ്യണം? അനില് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഹാഫ് ഹാർഡ് പൈപ്പ് ബെൻഡ് ചെയ്യണമെങ്കിൽ എന്താ പറയുന്നത്? അതിനെ അനില് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഹാഫ് ഹാർഡ് പൈപ്പ് ബെൻഡ് ചെയ്യണമെങ്കിൽ അതിനെന്ത് ചെയ്യണം? അനില് ചെയ്യണം എന്നാണ് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഫോർജ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഏതിനെ ലോഡ് ചെയ്തിട്ടുണ്ടാവണം? ഫോർജ് ചെയ്തിട്ടാണ്, ഓക്കെ, ചുറ്റികയൊക്കെ എടുത്തിട്ട് അടിച്ചു പരത്തിയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കണം? ലോഡ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ലോഡഡ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഫോർജ് ചെയ്യണമെങ്കിൽ ലോഡഡ് ആയിരിക്കണം. അപ്പൊ എന്താണ് ഈ ലോഡിങ് എന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, എന്താണ് ലോഡിങ് എന്ന് പഠിക്കാം? അതായത് ഫില്ലിംഗ് ദി ഇൻസൈഡ് ഓഫ് ദി പൈപ്പ് ഡ്യൂറിംഗ് ബെൻഡിങ് സോ ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് കൊളാപ്സ്. അപ്പൊ എന്താണ്? കൊളാപ്സ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഫില്ല് ചെയ്യുന്നു. എവിടെ? ഫില്ലിംഗ് ദി ഇൻസൈഡ് ഓഫ് പൈപ്പ്, ഫില്ലിംഗ് ദി ഇൻസൈഡ് ഓഫ് പൈപ്പ്, ഓക്കെ, so that it does not collapse during bending. എന്തൊക്കെ ടൈപ്പാണ് മെറ്റീരിയൽസ് നമ്മൾ ലോഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടൈപ്പ് ഓഫ് ലോഡിങ് എങ്ങനെയൊക്കെ ലോഡ് ചെയ്യാം? നമുക്ക് ആ പൈപ്പിനുള്ളിലേക്ക് സ്റ്റീൽ സ്പ്രിങ്ങിനെ കയറ്റി വെക്കാം. നമുക്ക് ആ പൈപ്പിനുള്ളിലേക്ക് കയറ്റി വെക്കാം. ഓക്കെ, സ്റ്റീൽ സ്പ്രിങ്ങിനെ കയറ്റി വെക്കാം. അല്ലെങ്കിൽ ലെഡ് അതിനുള്ളിലേക്ക് വെക്കാം. ഓക്കെ, ലെഡ് ഈ പൈപ്പിനുള്ളിലേക്ക് കയറ്റി വെക്കാം. അല്ലെങ്കിൽ പിച്ച് ഓർ റെസിൻ, അല്ലെങ്കിൽ രണ്ടിന്റെയും മിക്സ്ചർ, പിച്ച് ഓർ റെസിൻ, അല്ലെങ്കിൽ രണ്ടിന്റെയും മിക്സ്ചർ ഓർ മിക്സ്ചർ ഓഫ് ബോത്ത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സാൻഡ് ഉപയോഗിച്ചിട്ട് ലോഡ് ചെയ്യാം. ഏത് ഉപയോഗിച്ചിട്ട്? സാൻഡ് ഉപയോഗിച്ചിട്ട് ലോഡ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിച്ച് ലോഡ് ചെയ്യാം? ഫ്യൂസിബിൾ അലോയ് ഉപയോഗിച്ചിട്ട് നമുക്ക് ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഫ്യൂസിബിൾ അലോയ് ഉപയോഗിച്ച് നമുക്ക് ലോഡ് ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്തിനു വേണ്ടിയിട്ട്? ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ലോഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫില്ലിംഗ് ആണ്. ഏത്? പൈപ്പിന്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് മെറ്റീരിയൽ ഫില്ല് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? അത് കൊളാപ്സ് ആവാതിരിക്കാൻ വേണ്ടി ബെൻഡിങ്ങിന്റെ സമയത്ത്. അപ്പൊ ശ്രദ്ധിക്കണം, ഫോർജ് ചെയ്യുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ലോഡ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇത്രയും കൊണ്ട് അവസാനിപ്പിക്കാം. ഓക്കെ, ഇനി അത് നമ്മുടെ സിലബസിൽ പറയുന്നില്ല എങ്കിലും നമ്മൾ പൈപ്പ് ഫിറ്റിങ്സിനെ കുറിച്ചിട്ട് പറയാനുണ്ട്, ടൈപ്സ് ഓഫ് പൈപ്പിനെ കുറിച്ചിട്ടും പറയാനുണ്ട്. അതൊരു വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, അത് സിലബസിൽ ഇല്ലാത്തതാണ്, അതുകൊണ്ട് ഇതിന്റെ കൂടെ പറയുന്നില്ല. ഇത് സിലബസിന്റെ ഭാഗമായിട്ട് പറയുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്തേക്കാം.